കൂടുതൽ ഇൻട്രോയിലേക്കൊന്നും പോകണ്ട എന്ന് തോന്നുന്നു. സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആണ്. സോ ഇറ്റ്സ് എ ബേസിക് ചാപ്റ്റർ ആണ്. ലൈക്ക് അതിന്റെ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി, പിന്നെ അതിന്റെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ മേജർ കമ്പോണൻസ്. നിങ്ങൾ എല്ലാവരും തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് എന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്ക് വളരെ ഈസിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഇത് വരുന്നത്. സോ ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നാണ് വെച്ചിരിക്കുന്നത്. കാരണം നമുക്കങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ബൈനറി ഇക്വലന്റോ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ഇക്വലന്റോ ഒക്ടൽ ഡെസിമൽ ഇക്വലന്റിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്, പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ അങ്ങനെ പെക്യുലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ഇക്വലൻസി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പറിന്റെ ഇക്വലൻസി, അത് ബൈനറി ആയിക്കോട്ടെ, ഹെക്സാഡെസിമൽ ആയിക്കോട്ടെ, ഒക്ടാഡെസിമൽ ആയിക്കോട്ടെ. സോ നമുക്കത് ഒന്ന് ഡിസ്കസ് ചെയ്യാതെ പോകാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് എ സിമ്പിൾ, ലൈക്ക് നമുക്ക് ബൈനറി ഇക്വലന്റ് ഓഫ് ഡെസിമൽ number 25. So please students kindly cooperate with me, which will be the right answer. Okay, Amal is saying D. Okay, so fine. Almost suggestion of the support ചെയ്തിട്ടുണ്ട് അമലിനെ. സോ റൈറ്റ് ആൻസർ ബി ആണ്. നിങ്ങൾക്ക് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി അത് അധികം ഡിസ്കസ് ചെയ്യേണ്ടല്ലോ, അധികം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വേറൊരു ഡിഫിക്കൽട്ട് പാർട്ട് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ബൈനറി ഇക്വലന്റിന്റെ കൺസെപ്റ്റ് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അറിയാം. സോ എന്നാലും ഞാൻ ജസ്റ്റ് അത് പറയാം, കാരണം നമുക്ക് ഇതിന്റെ ഒരു പ്രൊസീജിയറിന്റെ പാർട്ട് ആയതുകൊണ്ട് തന്നെ. ഒരു ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ 1ഉം 0ഉം വെച്ച് ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു നമ്പറാണ്. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ കാൽക്കുലേഷൻസിനെല്ലാം നമ്മുടെ പ്രൊസസർ യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് നമുക്ക് ഓരോ പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ നമ്പർ സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ബൈനറി നമ്പർ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 0 ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ലെഫ്റ്റിനുള്ളത് 1, 2, 3, 4 അങ്ങനെ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ 2വിന്റെ പവർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 2വിന്റെ പവർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ, ഈ 4 ഓപ്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യണം. 4 ഓപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ബി ഓപ്ഷനിൽ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് യൂണിറ്റില് 1 ആണ് വരുന്നത്. സോ 2⁻0 വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി 2 പൊസിഷൻസിലും 0 ആണ്. പിന്നെ നമുക്കൊരു 1 കിട്ടുന്നത് 2⁻3 വരുന്നത്. 3. സോ അവിടെ 2⁻3 വരുന്നുണ്ട്. നെക്സ്റ്റ് 4th പൊസിഷനിലും വരുന്നുണ്ട്. 4th മീൻസ് 4 place value ഉള്ള 5th position. So it will be 2⁻4. So 16 plus 8 plus 1 is equal to 11001. Anyway, so നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ സ്റ്റുഡൻസ് ഏതായിരിക്കും നമുക്ക് ഇതിന്റെ ഉത്തരം വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. നെക്സ്റ്റ് ഇൻപുട്ട് യൂണിറ്റ്, പ്രോസസിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. പിന്നെ സ്റ്റോറേജ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, സോഫ്റ്റ്വെയർ യൂണിറ്റ്. ഡി ഹാർഡ്വെയർ യൂണിറ്റ്, ഫേംവെയർ യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. കമന്റ് സെക്ഷൻ. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ കൊടുക്കാനായിട്ട്, ഡേറ്റ നമുക്ക് പല രീതിയിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഡേറ്റ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഡേറ്റ എൻട്രി ആയിട്ട് നമുക്ക് ഇൻപുട്ട് കമ്പോണൻസ് ഉണ്ടാകും. ആ ഇൻപുട്ട് കമ്പോണൻസിൽ കിട്ടുന്ന ഡേറ്റ നമുക്കത് ബൈനറി സിസ്റ്റത്തിലേക്ക്
കൺവേർട്ട് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നു. ആ പ്രോസസ്സിങ്ങിന് ശേഷം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മെമ്മറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കൺട്രോൾ യൂണിറ്റും മെമ്മറി യൂണിറ്റും ഒക്കെ വരുന്നത് ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ അകത്തായിട്ടാണ് വരുന്നത്. അതിന് നമുക്കൊരു അംബ്രല്ല ടേം ആണ് നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ എന്തായാലും സി ഓപ്ഷൻ എന്തായാലും വരില്ല, കാരണം അവിടെ നമുക്ക് ഇൻപുട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഔട്ട്പുട്ടിനെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എയും ബിയും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയേക്കാളും മോസ്റ്റ് ലൈക്ലി ആൻസർ വരുന്നത് നമുക്ക് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉള്ള ഓപ്ഷൻ ബി ആണ്. ആൻഡ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഇറ്റ് സെൽഫ്. Okay, so a computer performs input processing and output operations through its three main functional units: the input unit for data entry, processing unit which compute and control. അവിടെ നമുക്ക് കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടേഷൻ നടക്കുന്ന നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് പോലെയുള്ള യൂണിറ്റ് ഉണ്ട്, നമുക്ക് മെമ്മറി യൂണിറ്റ്സ് ഉണ്ട്. അതിനുശേഷം പ്രോസസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഔട്ട്പുട്ട് യൂണിറ്റും ഉണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് ആൻസർ. യെസ് യെസ്, ഓപ്ഷൻ ബി തന്നെയാണ് ഇവിടെ ഉള്ളത്. വെരി ഈസി ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ള നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് വന്നു, ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് വന്നു. പ്രോസസ്സിംഗ് യൂണിറ്റിൽ നമ്മൾ പല പല യൂണിറ്റുകളെ പറ്റി പറഞ്ഞു. എന്തൊക്കെയാണ്? കൺട്രോൾ യൂണിറ്റ് അതിനകത്ത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനെ പറ്റി ചെറുതായിട്ട് മെൻഷൻ ചെയ്തു, മെമ്മറി യൂണിറ്റിനെ പറ്റി മെൻഷൻ ചെയ്തു. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ പുറത്തുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഈ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ അകത്തുള്ള കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ലൈക്ക് മൊത്തം ഒരു നമ്മുടെ സിസ്റ്റത്തിന്റെ കൺട്രോൾ ഒരു സെൻട്രലൈസ്ഡ് പോർഷൻ ആണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് ആണ് തീരുമാനിക്കുന്നത് എങ്ങോട്ട് ഏതൊക്കെ ഡേറ്റ പാസ് ചെയ്യണമെന്നും എങ്ങോട്ട് ഏത് ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യണമെന്നും എല്ലാം. ഇപ്പൊ നമ്മൾ ആക്ച്വലി ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് CPU ആണ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ നമ്മളൊരു ഡീപ്പർ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് വരുമ്പോൾ കൺട്രോൾ യൂണിറ്റ് ആണ് റിയൽ ബ്രെയിൻ. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന്റെ അകത്ത് പറഞ്ഞ നമ്മൾ സെറിബ്രം എന്ന് പറയുന്നത് പോലെ ഒരു നമ്മളുടെ അങ്ങനെ ആക്ച്വലി അങ്ങനെ ഡിഫൈൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ കൺട്രോൾ യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യും എന്തൊക്കെയാണ് നമുക്ക് ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ വാല്യൂ, അത് ഓപ്പറേഷൻസ് നടത്തണം, കാൽക്കുലേഷൻസ് നടത്തണം. കാൽക്കുലേഷൻസ് നടത്താനായിട്ട് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ഉണ്ട്, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കുന്ന ഡെസിമൽ ഓപ്പറേഷൻസ് എല്ലാം നടത്താനുണ്ട്. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് അതിന് ബൈനറി അഡീഷൻ ഉണ്ട്, ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എക്സോർ, അല്ലെങ്കിൽ നാൻഡ് ഓർ നാർ, അങ്ങനത്തെ ലോജിക്കൽ ഓപ്പറേഷൻസ് ചിലപ്പോൾ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. ഇത് എല്ലാം നടത്തുന്ന എല്ലാ ടൈപ്പ് ഓപ്പറേഷൻസും നടത്തുന്ന യൂണിറ്റ് ആണ് നമ്മുടെ ALU എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ പറയുന്ന അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ദെൻ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ CPUവിന്റെ അകത്തുള്ള ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള റിസൾട്ട്സിനെ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റിനാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പൊതുവെ പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് യൂണിറ്റ് നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഡേറ്റ എൻട്രി ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന യൂണിറ്റിന് പറയുന്നതാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്.
in the functional diagram of a computer, CPU consists of control unit and arithmetic logic unit. The ALU handles all arithmetic and logical operations. Logical operations is our comparison operations in them. While control unit directs the flow of data and instructions. Okay, so next question, it's a match the following. Actually, this question we generations of computer totally encompass ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് P/Q വന്നിട്ടില്ല, പക്ഷെ ഇതൊരെണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് മോസ്റ്റ്ലി വരുന്ന ഉത്തരം നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ആളുകൾ ഉത്തരം പറയുന്നുണ്ട്, ഓപ്ഷൻ പറയുന്നുണ്ട്. ഞാൻ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, എങ്കിൽ ഫസ്റ്റ് ജനറേഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഇതിൽ ഏത് ഓപ്ഷന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആണ്? ഫസ്റ്റ് ജനറേഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഏത് ജനറേഷനുമായിട്ട്? യെസ്, കറക്റ്റ്. വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്സ് ആണ് നമ്മളുടെ ഫസ്റ്റ് ജനറേഷനിൽ ആദ്യമായിട്ട് തുടങ്ങിയത്. അത് ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് ചാൾസ് ബാബേജോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആളുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ ഒരു റൂമിന്റെ അകത്ത് ഉള്ള ഒരു വലിയ കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. വളരെയധികം ഇലക്ട്രിസിറ്റി പവർ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. പിന്നെ നമുക്കെല്ലാം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ലൈൻസ്, വയേഴ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ പോലും അത് സ്ലോ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസ് ആണ് നമുക്ക് തന്നുകൊണ്ടിരുന്നതെന്ന് അറിയാം. സോ ആ ഫസ്റ്റ് ജനറേഷന് ശേഷം നമ്മൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് മാറിയപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് ലിങ്ക് ചെയ്യുന്നത്? വാക്വം ട്യൂബ്സിന് ശേഷം കറക്റ്റ് ട്രാൻസിസ്റ്റേഴ്സിലേക്കാണ് വന്നത്. ഇത് ആക്ച്വലി നമുക്ക് ലാസ്റ്റ് ടൈം ജൂനിയർ ഇൻസ്ട്രക്ടറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമുക്ക് അത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ഒരു ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ട്രാൻസിസ്റ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പിന്നെ നമുക്ക് തേർഡ് ജനറേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഏതാണ് തേർഡ് ജനറേഷൻസ്? ഇനി അതും കൂടിയാണ് നമുക്ക് ഉള്ളൂ. യെസ്, ഐസിയിലേക്ക് വന്നു. സോ ട്രാൻസിസ്റ്ററിലേക്ക് വന്നപ്പോൾ നമുക്ക് ഓരോ ജനറേഷൻ കഴിയും തോറും നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സൈസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരു ലാർജ് ബിൽഡിങ്ങിൽ നിന്ന് ചെറുതായി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർത്ത് ജനറേഷനും ശേഷം ഫിഫ്ത് ജനറേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഫിഫ്ത് ജനറേഷനിലേക്ക് വന്നപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അല്ലെങ്കിൽ ULSI ചിപ്പുകളുമാണ് നമുക്ക് യൂസ് നോർമലി ചെയ്യുന്നത്. സോ അവിടെ വന്നതിന് ശേഷം നമ്മളുടെ ഓരോ കമ്പ്യൂട്ടേഴ്സും വളരെ കുഞ്ഞൻ റോബോട്ടുകൾ വരെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഉത്തരം കറക്റ്റ് ആണ്. തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് IC ചിപ്പുകളാണ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ആൻഡ് ആസ് പെർ ദ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസർ, അതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസേഴ്സ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആക്ച്വലി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഇൻ കേസ് നമുക്ക് ഒരു വർഷത്തിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ, ഇൻ കേസ് അങ്ങനത്തെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അത് നഷ്ടപ്പെടരുത്. സോ നമ്മളുടെ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വർഷങ്ങളൊക്കെ വരുമ്പോൾ ആ വർഷങ്ങളെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ ലിങ്ക് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. ആക്ച്വലി ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 1956 നമ്മളെ സംബന്ധിച്ച് കേരളപ്പിറവി, അതായത് കേരളം ഉണ്ടായതിനു ശേഷം നമുക്ക് ഫസ്റ്റ് ജനറേഷൻ അല്ല, നമ്മുടെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ് നമുക്ക് വന്നത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പിന്നെ നമുക്ക് 71 എന്ന് പറയുന്നത് 71 വരുന്ന നമ്മുടെ ഒരു 1971 വാർ
അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വർഷം ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ ഏതെങ്കിലും ഇൻസിഡൻസ് ആയിട്ടൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. സോ അതിനുശേഷം നമുക്ക് ഫോർത്ത് ജനറേഷൻ ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ഫോർത്ത് ജനറേഷനിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ. പേഴ്സണൽ കമ്പ്യൂട്ടർ ആദ്യം വന്നു, അത് പിന്നീട് ഇവോൾവ് ചെയ്ത് നമുക്ക് ലാപ്ടോപ്പുകളിലേക്കും അല്ലെങ്കിൽ അതിനുശേഷം സ്മാർട്ട് ഫോണുകളിലേക്കും അല്ലെങ്കിൽ ടാബ്ലറ്റ്സിലേക്കും ഒക്കെ റോബോട്ടുകളിലേക്കും ഉള്ള ഒരു എവല്യൂഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇതാണ് നമുക്കൊരു ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ട് നമുക്ക് ആക്ച്വലി നമ്മളൊരു സിലബസിന്റെ ഇതിൽ നമ്മൾ മോസ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അധികം ഉണ്ടാകും. കുറെ സയന്റിസ്റ്റുകളുടെ പേരും അങ്ങനെ അതല്ല, എന്നാലും നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ബാക്കി നിങ്ങൾക്ക് ആക്ച്വലി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്, ക്വസ്റ്റ്യൻ വിത്ത് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്, നമുക്ക് ഇതിനു മുന്നേ ചോദിച്ച രീതിയിലുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് കറക്റ്റ്? Supercomputers are mainly used for word processing and spreadsheet applications. Mini computers are used only for playing games. Microcomputers are used in homes and offices for general purposes, while supercomputers are used for scientific research and weather forecasting. Mainframe computers are used only for personal entertainment. ബാക്കിയുള്ളവർ അഞ്ജലിയും അമൽ പ്രസാദും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവർ സജീഷ്, മർലിൻ, ഓക്കെ ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി വായിക്കുന്ന ആർക്കും നമുക്ക് കിട്ടാവുന്ന, നോർമലി നമ്മൾ PSC എക്സാം എഴുതുന്ന ആർക്കും ക്രാക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സെക്ഷന് മൊത്തത്തോടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നമുക്ക് വരുന്ന 4 പ്രധാനപ്പെട്ട കമ്പ്യൂട്ടേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? മിനി കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് ഡൗട്ടുകൾ വരുന്നത് ആക്ച്വലി മിനി കമ്പ്യൂട്ടർ, നോർമലി ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ച് മിനി കമ്പ്യൂട്ടേഴ്സും മൈക്രോ കമ്പ്യൂട്ടേഴ്സും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സും ആണ്. ആക്ച്വലി നമുക്ക് പേര് വെച്ച് കുറെയൊക്കെ കിട്ടുമെങ്കിലും ചില കാര്യങ്ങൾ അത് ഫാക്റ്റ് ആണ്, അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ട് ഉണ്ട്. സോ ഇവിടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉള്ള കമ്പ്യൂട്ടേഴ്സ് ആണ്. അതായത് ബാക്കി കമ്പ്യൂട്ടേഴ്സിനെക്കാളും മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് വരുന്നത്. സോ അതിന് കുറച്ചുകൂടി പെർഫോമൻസും എഫിഷ്യൻസി എല്ലാം കൂടുതലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ്. സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശരിയാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം വേർഡ് പ്രോസസിംഗും സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അതൊരു ബേസിക് ഫീച്ചറാണ്, ബേസിക് ഒരു കമ്പ്യൂട്ടർ ഫീച്ചറാണ്. അതൊരു അഡ്വാൻസ്ഡ് ഫീച്ചറിന്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഉത്തരം നമുക്ക് തെറ്റാണ് എന്ന് അനുമാനിക്കേണ്ടതായിട്ട് വരും. സോ നെക്സ്റ്റ് നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പ്ലേയിങ് ഗെയിംസ്. ഇത് നമ്മളുടെ ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ച് നമ്മൾ തെറ്റായിട്ടാണ് നോർമലി എടുക്കാറ്. കാരണം എക്സ്ട്രീം കേസിലുള്ള
ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് നോർമലി കട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡയറക്ട്ലി അങ്ങനെ ചെയ്യരുത്. എന്നിരുന്നാലും ഇവിടെ മിനി കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പ്ലേയിങ് ഗെയിംസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം മിനി കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ ആദ്യകാല കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു വകഭേദമായിട്ടാണ് വരുന്നത്. ആ രീതിയിൽ ടൈപ്പ് ചെയ്തു വരുന്നത്. അപ്പോൾ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമല്ല അന്ന് കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് ഒരു ബേസിക് ലോജിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് സി ഓപ്ഷൻ ആണ്. സി ഓപ്ഷൻ ആണ് കറക്റ്റ് ഉത്തരം. അതിനുശേഷം നമുക്ക് ഡി ഓപ്ഷൻ എന്ന് പറയാം. സോ സി ഓപ്ഷൻ ഇവിടെ പറയുന്നത് ഹോംസിനും ഓഫീസസിനും ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ ഒരു ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉള്ള സയന്റിഫിക് റിസർച്ചിനും വെതർ ഫോർകാസ്റ്റിങ്ങിനും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേസും അല്ലെങ്കിൽ നല്ല എഫിഷ്യൻസി ഒക്കെ വേണ്ടി വരുന്ന പ്രൊസീജിയറിലാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പേഴ്സണൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതും തെറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് മിനി കമ്പ്യൂട്ടേഴ്സും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സും എന്താണെന്നാണ് നമുക്ക് ഡിസ്കസ് ലൈക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. നമുക്ക് മിനി കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അത് ആക്ച്വലി ഒരു നമുക്ക് പേരിൽ നിന്ന് തന്നെ ഗസ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ചെറിയ കമ്പ്യൂട്ടറാണ്. കാരണം ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറും മിനി കമ്പ്യൂട്ടറും തമ്മിലാണ് നിങ്ങൾക്കൊരു കമ്പാരിസൺ പൊതുവായിട്ട് വേണ്ടത്. അവിടെ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് കുഞ്ഞു കമ്പ്യൂട്ടർ എന്നതിലുപരി കുറച്ച് ഫങ്ഷൻസ് മാത്രം ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ മൾട്ടി ടാസ്കിങ് പറ്റില്ല. ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മിനി കമ്പ്യൂട്ടേഴ്സ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസേഷൻസിന് ലൈക്ക് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ നേരെ തിരിഞ്ഞുള്ള മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി മൾട്ടി ടാസ്കിങ് നീഡഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് സിസ്റ്റം വേണ്ട ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻസിലാണ് നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് പറയാവുന്നത് നമ്മുടെ കോംപ്ലക്സ് പ്രോബ്ലംസ് നടക്കുന്ന അല്ലെങ്കിൽ കോംപ്ലക്സ് കമ്പ്യൂട്ടിംഗ് നടക്കുന്ന നമ്മുടെ എയർപോർട്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം, അവിടെയൊക്കെ ആക്ച്വലി നമുക്കൊരു കോംപ്ലക്സ് പല പല മൾട്ടി ടാസ്കിങ്ങുകളുടെ ആവശ്യം വരുന്നുണ്ട്. സോ അവിടെയൊക്കെ നമുക്ക് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിന്റെ ഉപയോഗമാണ് പൊതുവെ വരുന്നത്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പറഞ്ഞതുപോലെ ആക്ച്വലി നമ്മളുടെ ഒരു ചെറിയ നമ്മളുടെ ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിനെ മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ക്യാബിൻ തന്നെ നമ്മൾ ആക്ച്വലി നമ്മളുടെ ഓഫീസ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത് പോലത്തെ ഇതാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത്. സോ അതാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുകയാണ്. സോ ഡിസ്കസ് ചെയ്തു കമ്പ്യൂട്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു മൈക്രോ, മിനി, മെയിൻ ഫ്രെയിം ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ their size and performance. Microcomputers serve personal and business tasks while supercomputers handle complex high-speed calculations in scientific field. Okay. So നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ടൈപ്സ് ഓഫ് പ്രോസസ്സേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്ച്വലി മൈക്രോ പ്രോസസ്സറിനെ പറ്റിയുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് മൊഡ്യൂളിൽ ആണ് നമുക്ക് വരുന്നത്. സോ പക്ഷെ അതിന്റെ ബേസിക് ടൈപ്സ് ഓഫ് പ്രോസസ്സേഴ്സിൽ നമുക്ക് കുറച്ച് പ്രോസസ്സറുകളെ പറ്റി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് റിസ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, സിസ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, പിന്നെ മൾട്ടി കോർ പ്രോസസ്സേഴ്സ് എല്ലാം കേട്ടിട്ടുണ്ടാകാം. സോ അതിന്റെ ഒരു ടൈപ്സിന്റെ ഡീവിയേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസുകളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് പറയുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ റിസ്ക്? അതായത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ പ്രോസസ്സർ. ഓപ്ഷൻ എ, ഇറ്റ് യൂസസ് എ ലാർജ് സെറ്റ് ഓഫ് കോംപ്ലക്സ് instructions to execute task.
Second one, it focuses on a small set of simple instructions for faster execution. Option C, it is designed only for graphical processing. Option D, it cannot perform arithmetic operations. നമ്മുടെ റിസ്ക് പ്രോസസർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ പ്രോസസർ ആണ്. അത് എന്തിനാണ് യൂസ് ചെയ്തത്? ഓക്കെ, സ്റ്റുഡൻസ്, it uses a large set of complex instructions to execute tasks. It focuses on a small set of simple instructions for faster execution. It designed only for graphical processing. It cannot perform arithmetic operations. അമല് ബിയും സുബിത എയും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും സിയും ഡിയും പറഞ്ഞ് വരികയാണെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അറിയില്ലെങ്കിൽ ഒരു ഗസ് ആയിട്ടെങ്കിലും നിങ്ങൾക്ക് പറയാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയണമെന്നോ ഇല്ലല്ലോ. ഗസ് അടിച്ചതാണോ? നമ്മൾ ഗസ് അടിച്ചതാണ്. ആ ഗസ് വർക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ യെസ് കുഴപ്പമില്ല. സുഖിതയും ഗസ് അടിച്ചതാണോ അത് അറിഞ്ഞിട്ട് പറഞ്ഞതാണോ? ഗസ്, ഹാഫ് ഗസ്. ഓക്കെ, ഹാഫ് ഗസ്. ഹാഫ് ഗസ് എന്ന് ഉദ്ദേശിച്ചത് ലൈക്ക് രണ്ട് ഓപ്ഷൻ ഗസ് ചെയ്ത് കളഞ്ഞു എങ്ങനെയാണോ? റിസ്കും സിസ്കും പഠിച്ചൊരു ചെറുതായിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ട്, പക്ഷെ ഒരു വലിയ ഒരു ഓർമ്മ കിട്ടുന്നില്ല. എവിടെയോ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടി ഒരു കറേജ് എടുത്തല്ലോ. നിങ്ങൾ പണ്ട് പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളായിരിക്കാം റിവൈസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ നമുക്കത് പറയാം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ അത് എന്തായാലും ഒരു നോർമലി ഉള്ള പഠിച്ച ഒരാൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി സിയും ഡിയും നമുക്ക് ഈ പറഞ്ഞ പോലെ നോർമലി വായിച്ചത് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എയും ബിയും ആണ് നോർമലി വരുന്നത്. സോ അതിനകത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് എത്തണമെങ്കിൽ നമ്മൾ ഗസ് മാത്രം നമുക്ക് പറ്റരുത്. കാരണം എപ്പോഴും ഗസ് നമ്മളെ റെഡി ആക്കില്ല. നമുക്കൊരു കാൽക്കുലേറ്റഡ് ഗസ് അല്ലെങ്കിൽ ഒരു റാഷണൽ ഗസ് ആകണമെങ്കിൽ നമുക്ക് അതിന്റെ കുറച്ച് കണ്ടന്റും വേണം. കാരണം വെറുതെ കറക്കി കുത്തി പാസ്സാകുമെങ്കിൽ ആർക്കും അങ്ങനെ പാസ്സാകാം. പക്ഷെ നമുക്ക് കുറച്ച് പഠിക്കണം, കുറച്ച് നമുക്ക് ഭാഗ്യം, നമ്മൾ കുറച്ച് ഗസ് വർക്ക് കൂടി ഒബ്വിയസ്ലി വേണം. പക്ഷെ നമ്മുടെ കണ്ടന്റ് ആയിരിക്കണം നമ്മളുടെ കീ ആയിട്ടുള്ളത്. സോ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ പ്രോസസർ ആണ് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു റിസ്ക് നമ്മൾ നോർമലി പറയാറുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ റിസ്ക്, ഞാനിത് നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള നോളജിലേക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പറയാതെ നമ്മുടെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് PhD ഒരു ജ്ഞാനമൊന്നുമല്ല. നമുക്ക് ലൈക്ക് ഇതിന്റെ ഒരു നിങ്ങൾക്ക് ഓർത്തിരിക്കാനും ആ ഒരു എക്സ്ട്രാ ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനുമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് ഉണ്ട്, സിസ്ക് ഉണ്ട്. അപ്പൊ റിസ്ക് നമ്മൾ സാധാരണ എടുക്കാറ് എപ്പോഴും എന്താണ്, നമുക്ക് ലൈക്ക് പെട്ടെന്ന് ഒരു കാര്യം നടക്കാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി റിസ്ക് എടുക്കുന്നത്.
അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി കുറച്ച് ചുറ്റിയായ വഴിയിലൂടെയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ്, റിസ്ക് എടുത്ത് നമുക്ക് പെട്ടെന്ന് എത്തണം. റിസ്ക് എടുത്ത് നമുക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ ഷോർട്ട് കട്ട് എടുക്കും. ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഏറ്റവും എളുപ്പം പോകുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ പോകണം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയുള്ള ലോജിക്ക് മാത്രമാണ്. ഇത് നമ്മളുടെ റിസ്കിന്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ അതിന്റെ ഡയഗ്രമോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഓർക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം റിസ്കിനെ പറ്റി സിസ്കിനെ പറ്റിയൊക്കെ നിങ്ങളുടെ കറസ്പോണ്ടിങ് ഫാക്കൽറ്റി നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്കിപ്പോ ഈ ഒരു ഓർമ്മ നമുക്ക് റിസ്ക് നമ്മൾ നോർമലി എടുക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താനും അതിന് ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ള പാത്തിലൂടെ പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യെസ് അമല പറഞ്ഞതുപോലെ റെഡ്യൂസ് ബേസിക്കൽ ടു സ്മോൾ എന്ന് കണ്ടു പറഞ്ഞു. ഓക്കെ, അത് അമല് പറഞ്ഞത് ശരി. പക്ഷെ നമുക്ക് അത് കണ്ടന്റ് കൂടി ഉണ്ടായാലേ നമുക്കത് ഉറപ്പിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വെറുതെ അമല് വെറുതെ മറ്റേ ചക്കയിട്ട് മോയിൽ എത്തുക എന്നുള്ള ഒരു രീതിയിലാകും. പക്ഷെ ഇവിടെ ഉത്തരം ശരിയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു രീതിയിൽ വിചാരിക്കരുത്. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കണ്ടന്റും നമ്മുടെ ബാക്കിലുണ്ട്. പിന്നെ ഇപ്പൊ അമലിപ്പോ പറഞ്ഞു റെഡ്യൂസ് ടു സ്മോൾ, ഇപ്പൊ റിസ്ക് പറഞ്ഞു. ഇനി ആക്ച്വലി അത് വെച്ചിട്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നിങ്ങൾ പഠിക്കാത്ത ഒരു പോർഷൻസിൽ, പ്രത്യേകിച്ചും നമ്മളുടെ കമ്പ്യൂട്ടർ ടെർമിനോളജീസ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഗസ് വർക്ക് നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു. കണ്ടന്റിന്റെ ബാക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലോജിക്കിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. ഓക്കെ, സോ ഇനി ആക്ച്വലി നമ്മൾ ഈ റെഡ്യൂസ് ടു സ്മോൾ ഓർത്തോ, അത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസ്കിനെ ഓർക്കുന്നതിന് ഒരു തെറ്റുണ്ട്. പക്ഷെ ഒരു പുതിയ ക്വസ്റ്റ്യൻ, അതായത് അമലിന് ഒട്ടും അറിയാത്ത ഒരു പോർഷൻ വന്നു കഴിയുമ്പോൾ ആ ഒരു പേര് വെച്ചിട്ട് നമുക്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിവേ, സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ എ സ്മോൾ സെറ്റ് ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഫാസ്റ്റർ എക്സിക്യൂഷൻ. ഇത് കറക്റ്റ് ഉത്തരവാണ്. സോ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇറ്റ് യൂസസ് എ ലാർജ് സെറ്റ് ഓഫ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ടു എക്സിക്യൂട്ട് ടാസ്ക് എന്ന് പറയുന്നത് നമുക്കപ്പോൾ ഏതിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കാം എന്ന് വരുന്നത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ. കാരണം റിസ്കിന്റെ സാധനം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇറ്റ് യൂസസ് എ ലാർജ് സെറ്റ് ഓഫ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ടു എക്സിക്യൂട്ട് ടാസ്ക് എന്ന് പറയുന്നത് ഏതായിരിക്കും? സിസ്ക് പ്രൊസസ്സറാണ്. ആ സിസ്ക് പ്രൊസീജിയറിന് നമ്മളുടെ സിസ്ക് പ്രൊസീജിയറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വരുന്നത് കോംപ്ലക്സ് എന്ന് പറഞ്ഞാണ് വരുന്നത്. സോ റിസ്കിലാണ് നമ്മൾ പെട്ടെന്ന് എഫിഷ്യന്റുമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഷോർട്ടർ സ്മോളർ ഇൻസ്ട്രക്ഷൻസിലൂടെ പോകുന്നത്. സിസ്ക് പ്രോസസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് സിസ്കും റിസ്കും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത ടൈപ്പ് പ്രോസസർ ആയിട്ടുള്ള മൾട്ടി കോർ പ്രോസസർ. മൾട്ടി കോർ പ്രോസസർ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് multi-core processor best described as multi-core processor is best described as a processor with multiple memory units but single processing unit. A processor that combines multiple CPU cores on a single chip to perform parallel processing. A processor dedicated only to input-output operations. A processor that runs only one program at a time. സജീഷ് വീണ്ടും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. സജീഷ് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി ഫസ്റ്റ് ആയിട്ടൊക്കെ വീണ്ടും. സോ ഇവിടെ ഇതിന്റെ നമുക്ക് ഓപ്ഷൻസ് തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു
ഈസി രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയാലും നമുക്ക് ഡിഡക്ട് ചെയ്യും, ലൈക്ക് ഡിഡ്യൂസ് ചെയ്തെടുക്കാവുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ ആക്ച്വലി നമുക്കൊരു ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ലിനക്സ് കമാൻഡ് വരുന്ന ഒരു ഏരിയ മാത്രമാണ്. അത് ആക്ച്വലി ലിനക്സ് കമാൻഡ് നിങ്ങൾക്ക് അതിനകത്ത് ലോജിക്കൽ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ ലിനക്സ് കമാൻഡ് ആണ് നമുക്ക് അതിൽ നമുക്ക് കണ്ടന്റ് കുറച്ചും കൂടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പോർഷൻസ് ആണ്. ബാക്കിയൊക്കെ അത്യാവശ്യം നമുക്ക് വായിച്ചാൽ മനസ്സിലാകാവുന്ന പോർഷൻസ് ഒക്കെ തന്നെയാണ്. സോ ഇവിടെ മൾട്ടി കോർ പ്രോസസർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് എക്സ്ട്രീം ഓപ്ഷൻസ് ആണ്. എക്സ്ട്രീം ഓപ്ഷൻസ് എന്ന് മാത്രമല്ല, ഈ പ്രോസസർ ഡെഡിക്കേറ്റഡ് ഓൺലി ടു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ പ്രൊസസർ എന്ന് പറഞ്ഞത് തന്നെ പ്രോസസ്സർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ടിന് മാത്രം വേണ്ടിയിട്ട് നമ്മൾ പ്രോസസ്സർ വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ചെയ്യാൻ വേറെ ആരാവിടെ ഉള്ളത്? വേറെ ആരുമില്ല. സോ ആ ഉത്തരം തെറ്റാണ്. പിന്നെ എ പ്രൊസസർ ദാറ്റ് റൺസ് ഓൺലി വൺ പ്രോഗ്രാം അറ്റ് എ ടൈം. അങ്ങനെ നമുക്ക് ആക്ച്വലി പറയണമെങ്കിൽ ആ പ്രോസസർ എന്ന് പറയുന്ന ഒരു ജനറൽ ടേമാണ്. ഒരു പ്രോസസറിന് ജനറൽ ടൈം ആകുമ്പോൾ റൺസ് ഓൺലി വൺ പ്രോഗ്രാം അറ്റ് എ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ പ്രോസസറിന്റെ കൂടെ തന്നെ, കാരണം ലൈക്ക് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നതിനെ റൺ ചെയ്യുന്നതിനെ നമുക്ക് അതും ഒരു പ്രോസസർ ഉണ്ടാകില്ല എന്തായാലും. അപ്പൊ ഒരു ജനറൽ ടേമിന് നമ്മൾ അങ്ങനെ പ്രൊസസർ എന്ന് പറയുന്നത് ഒരൊറ്റ ഫംഗ്ഷൻ ആയിട്ട് പറയാറില്ല. അപ്പൊ അതിന്റെ പ്രിഫിക്സ് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി, ഇപ്പൊ ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാനിതെല്ലാം ഒരു ലോജിക്കലി ഡെഡ്യൂസ് ചെയ്യുന്നതാണ്. കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഗസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ, എക്സ്ട്രീം ഓപ്ഷൻ എന്ന് കണ്ട അപ്പൊ തന്നെ തെറ്റാണെന്ന് വിചാരിക്കരുത്. എക്സ്ട്രീം ഓപ്ഷൻസ് തെറ്റാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് വേണം ചിന്തിക്കാൻ. ഒരു 80% നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കത് ആക്ച്വലി എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എ പ്രോസസർ വിത്ത് മൾട്ടിപ്പിൾ മെമ്മറി യൂണിറ്റ്സ് ബട്ട് എ സിംഗിൾ പ്രോസസർ പ്രോസസിങ് യൂണിറ്റ്. അത് ആക്ച്വലി നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്ന് വെച്ചാൽ അവിടെ ഒരു മൾട്ടി ഇത് വരുന്നുണ്ട്. കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെമ്മറി യൂണിറ്റുകൾ അവിടെ ആ പ്രോസസറിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പക്ഷെ സിംഗിൾ പ്രോസസിങ് യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു മൾട്ടി കോർ പ്രോസസർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആ പ്രോസസറിനാണ് ഫോക്കസ് ആയിട്ട് വരുന്നത്, rather than the memory part. ഓക്കെ, സോ പ്രോസസിംഗ് പാർട്ടിന് ഇത് വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ ആ ഓപ്ഷൻ ബി പറയുന്ന പോലെ അതാണ് അതിന്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് പാരലൽ പ്രോസസ്സിംഗ് നടത്താൻ, അതായത് ഒരേ സമയം പല പ്രോഗ്രാംസ് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള CPU-ന്റെ കോറുണ്ട്. ഒരൊറ്റ ചിപ്പിന്റെ അകത്ത് എംബഡഡ് ചെയ്തിട്ടുള്ള പ്രൊസസറിനാണ്, അതായത് നമുക്ക് പാരലൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസസറാണ് മൾട്ടി കോർ പ്രോസസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ a processor that combines multiple CPU cores on a single chip to perform parallel processing. Multi-core processors have 2 or more CPU cores on a single chip, allowing multiple tasks to be processed simultaneously, improving performance and multitasking. So, ഇതാണ് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പോലെ വേണമെങ്കിൽ ഓർക്കാവുന്നത് ആയിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭയങ്കര അടിപൊളി ഷോർട്ട് കട്ട് ഒന്നും അല്ല. നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട 4 ടൈപ്പ് ഓഫ് പ്രോസസറിന് ഇത് പറയുമ്പോൾ സിസ്ക്, റിസ്ക്, മൾട്ടി കോർ, GPU. ഇതില് നമുക്ക് സിസ്കിന് നമ്മുടെ ആ കോംപ്ലക്സ് ഉള്ളത് കൊണ്ട് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ആണ് നടത്തുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, കോംപ്ലക്സ് ആയിട്ട് നടത്താനായിട്ട് സാധിക്കും. സോ സിസ്ക് ഈസ് കോംപ്ലക്സ്, റിസ്ക് ഈസ് റാപ്പിഡ്, R ഫോർ റാപ്പിഡ്, മൾട്ടി കോർ ഫോർ മെനി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ, GPU എന്ന് പറയുന്നത് G ഫോർ ഗ്രാഫിക്കൽ. സോ അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം ആണെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. അവിടെ ഗ്രാഫിക്കൽ
ആൻഡ് നമ്മളുടെ വിഷ്വൽ ടാസ്കുകളാണ് അവിടെ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. സോ ഈ ഒരു സിസ്ക് ഈസ് കോംപ്ലക്സ്, റിസ്ക് ഈസ് റാപ്പിഡ്, മൾട്ടി കോർ ഈസ് മെനി, GPU ഈസ് ഗ്രാഫിക്കൽ. നിങ്ങൾക്ക് അത് ഒരു മൈൻഡിൽ ഒരു മാപ്പ് പോലെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി കേക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ടൈപ്പ് ഓഫ് പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു കോർ കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാവുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് is a primary functions of an operating system. നമ്മൾ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സറിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് കിടക്കുകയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇതാണ് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി സാർ ആക്ച്വലി എടുത്തിട്ടുണ്ടാകുമായിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ് ലൈക്ക് നമ്മുടെ ഹാർഡ്വെയറിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ സോഫ്റ്റ്വെയറിന്റെ ബേസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പല ടൈപ്പുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. കമ്പ്യൂട്ടറിന്റെ OS ഉണ്ട്, മൊബൈലിന്റെ OS ഉണ്ട്, അങ്ങനെ പല പല OSകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ലേറ്റിംഗ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ ടു മെഷീൻ കോഡ് ആണോ? മാനേജിങ് ഹാർഡ്വെയർ resources and providing a user interface adano, or designing application software for specific task adano, or D, storing backup copies of all files. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. ഇവിടെ നമുക്ക് മാനേജിങ് ഹാർഡ്വെയർ റിസോഴ്സസ് ആൻഡ് പ്രൊവൈഡിങ് എ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ബൂട്ട് ചെയ്യപ്പെടുന്ന നമ്മളുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതൊരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു ബേസ് ആയിട്ട് ഒരു ഇന്റർഫേസ്, ഒരു UI, ഒരു യൂസർ ഇന്റർഫേസ് നമുക്ക് തരുവാണ്. എനിവേ വിൻഡോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലിനക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫെഡോറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് OS ആയിക്കോട്ടെ, ഡോസ് ആയിക്കോട്ടെ, ഏതാണെങ്കിൽ പോലും നമുക്കൊരു യൂസർ ഇന്റർഫേസ് ആക്ച്വലി തരുവാണ്. അത് ആക്ച്വലി ആ ഒരു യൂസർ ഇന്റർഫേസ് ആണ് നമ്മുടെ ഹാർഡ്വെയർ റിസോഴ്സസ് ആയിട്ടുള്ള കീബോർഡ്, മോണിറ്റർ, മൗസ്, അല്ലെങ്കിൽ ഏത് ഹാർഡ്വെയർ അല്ലെങ്കിൽ നമ്മുടെ മദർ ബോർഡിന്റെ അകത്തുള്ള കമ്പോണൻസ്, ചിപ്സ്, പ്രോസസ്സേഴ്സ് എല്ലാത്തിനെയും ആക്ച്വലി ഡീല് ചെയ്യുന്ന ഒരു നമ്മളുടെ ഇപ്പൊ CPU-ന്റെ അകത്ത് നമുക്ക് കൺട്രോൾ യൂണിറ്റ് പോലെ തന്നെ സോഫ്റ്റ്വെയർ പാർട്ടിന്റെ ഒരു ഫെസിലിറ്റേറ്റർ ആണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഈ ഒരു യൂസർ ഇന്റർഫേസിലോ OS-ന്റെ ഹെൽപ്പോടു കൂടിയാണ്. പക്ഷെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കില്ല. ഡിസൈൻ ചെയ്യുന്നത് ആക്ച്വലി ഒരു ഡെവലപ്പർ ആയിരിക്കും. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് അതൊരു ഡെവലപ്പർ ആയിരിക്കും, ഒരു കോഡർ ആയിരിക്കും നോർമലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസ്ലേറ്റിംഗ് ബാക്കപ്പ് കോപ്പീസ് ഓഫ് ഓൾ ഫയൽസ്. ആക്ച്വലി അങ്ങനത്തെ നമുക്ക് ബാക്കപ്പ് കോപ്പീസ് ഫയൽസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. പക്ഷെ അത് അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ്, കാരണം അതല്ല അതിന്റെ ബേസിക് ഫീച്ചർ ആയിട്ടുള്ളത്. ഇനി ട്രാൻസ്ലേറ്റിംഗ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇൻടു മെഷീൻ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആക്ച്വലി പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടാകും. അതിനകത്ത് ഇന്റർപ്രിറ്ററും കമ്പൈലർ എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതാണ് ആക്ച്വലി നമ്മളുടെ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള നമ്മുടെ C++ലോ കൊബോളിലോ അല്ലെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുള്ള പൈത്തണിലോ എഴുതിയിട്ടുള്ള ലാംഗ്വേജസിനെ ബൈനറി ഫോർമാറ്റിൽ ആക്കിയിട്ട് അതിനുശേഷം നമ്മളുടെ ഒരു മെഷീൻ ലോഡബിൾ ഫോർമാറ്റിലേക്ക് തരുന്നത് ആ ഒരു കോമ്പോണൻസ് ആണ്. സോ അതല്ല ഉത്തരം. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി മാനേജിംഗ് ഹാർഡ്വെയർ റിസോഴ്സസ് ആൻഡ് പ്രൊവൈഡിംഗ് എ യൂസർ ഇന്റർഫേസ്. The operating system acts as an intermediary between computer hardware and the user, managing CPU, memory, storage, and input resources. Okay. Next,
Which of the following is a widely used operating system for personal computers and mobile use devices? വെരി ഈസി ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇത് കൊടുക്കാനായിട്ടുണ്ടായ കാരണം നിങ്ങൾക്ക് ഓരോന്നും എന്താണെന്ന് ലൈക്ക് നിങ്ങൾ ചിലത് കേട്ടിട്ടുണ്ടാകും, ചിലത് കേൾക്കാത്തതുണ്ടാകും. അതെല്ലാം എന്താണ് എന്ന് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ആണ് ഞാൻ ഇങ്ങനത്തെ ഓപ്ഷൻസ് കൊടുത്തത്, കുറച്ചുകൂടി ഈസിയർ ആയിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ആക്ച്വലി ചിലപ്പോൾ മിക്സ് ആയിട്ടായിരിക്കാം പലതും തരുന്നത്. അതിനകത്ത് ഒരെണ്ണം മാത്രമായിരിക്കും ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് വരുന്നത്. സോ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഞാൻ തന്നതാണ്. കാരണം ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമാണ്. പക്ഷെ ഈ ഒരു ഇത് വന്നിട്ട് നിങ്ങൾ ആക്ച്വലി ഇവിടെ 4x16 സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എലിമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം, കാരണം ഒറിജിനൽ എക്സാമിന് നിങ്ങൾക്ക് ആക്ച്വലി ഇത്ര ഈസി ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല. ഈസി ആയിട്ട് വന്നില്ലെങ്കിലും നിങ്ങൾക്ക് എലിമിനേഷനിലൂടെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. വെരി ഈസിയർ ക്വസ്റ്റ്യൻ. വിൻഡോസ്, ലിനക്സ്, ആൻഡ്രോയിഡ്, iOS. ഇതിൽ ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത് വിൻഡോസും ലിനക്സും ആണ്. ആൻഡ്രോയിഡും iOSും വരുന്നത് നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ എന്നൊക്കെ പറയുമ്പോൾ അത് ആക്ച്വലി നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, ഇല്ലസ്ട്രേറ്റർ ആയിക്കോട്ടെ, കോറൽ ഡ്രോ ആയിക്കോട്ടെ, ഇതെല്ലാം ആക്ച്വലി ഒരു ഫോട്ടോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ ഒരു വിഷ്വൽ മീഡിയയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. സോ ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും കോറൽ ഡ്രോ എന്ന് പറയുന്നത് എല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. സോ ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഇത് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമ്മൾ ആക്ച്വലി നോർമലി നമ്മളുടെ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള നമ്മളുടെ സ്പെസിഫിക് നമ്മൾ കമ്പ്യൂട്ടറിന്റെ അകത്ത് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ അകത്ത് ഏതൊക്കെയാണോ റൺ ചെയ്യുന്നത്, വാട്സപ്പ് ഓർ ഗൂഗിൾ മീറ്റ് ഓർ എനിവേ സൂം ഓർ ഊബർ ഓർ അങ്ങനത്തെ ഏത് ആപ്ലിക്കേഷൻസും നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിലാണ് വരുന്നത്. ഇനി ഒറാക്കിൾ, MySQL, PostgreSQL ഇതെല്ലാം നമുക്ക് എന്തായിട്ടാണ് വരുന്നത് അറിയാവുന്നവരുണ്ടെങ്കിൽ യെസ്, DBMS ആണ് അവയെല്ലാം വരുന്നത്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടാണ് അവയെല്ലാം വരുന്നത്. DBMS, ഒറാക്കിൾ, MySQL, PostgreSQL എന്നൊക്കെ പറയുന്നത്. കാരണം SQL നിങ്ങൾക്കറിയാം, SQL നിങ്ങൾ പഠിക്കുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. സോ അത് ഡേറ്റാബേസ് മാനേജ്മെന്റും ഡേറ്റാബേസിൽ നിന്ന് വാല്യൂസിനെ ഫെച്ച് ചെയ്യാനും അതിനനുസരിച്ച് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു DBMS സിസ്റ്റം ആണ് വരുന്നത്. നമുക്ക് അതിനകത്ത് നമ്മൾ DML, DDL എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കും. ഓൾറെഡി കവർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഡേറ്റാബേസിന്റെ സാധനം. എനിവേ ഒറാക്കിൾ, MySQL, PostgreSQL എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ടൈപ്പാണ് വരുന്നത്. സോ നെക്സ്റ്റ് HTML, CSS, JavaScript എന്ന് പറയുന്നത് വെരി പോപ്പുലർ, വെരി ഫെമിലിയർ. നമുക്കത് വെബ് ഡെവലപ്മെന്റിന്റെ സിസ്റ്റം ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് ലാംഗ്വേജസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. നമ്മുടെ വെബ് പേജ് ഒക്കെ ഉണ്ടാക്കാനുമായിട്ടാണ് നമുക്ക് വരുന്നത്. സോ HTML, CSS, JavaScript എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നമുക്കടുത്ത് ലിനക്സ് കമാൻഡിലേക്കാണ് പ്രധാനമായിട്ടും പോകുന്നത്. ലിനക്സ് കമാൻഡിലേക്ക് പോകുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിനക്സ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു, നിങ്ങൾ ലിനക്സ് കമാൻഡ് പഠിച്ചിട്ടുള്ളതല്ലേ? ലിനക്സ് കമാൻഡ്സ്
ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏത് ലിനക്സ് കമാൻഡ് ആണ് നമുക്ക് എല്ലാ ഫയൽസും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. എല്ലാ ഫയൽസും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഹിഡൻ ഫയൽസും വേണം നമുക്ക് ഇത് ചെയ്യണം. ആ ഹിഡൻ ഫയൽസും കൂടി ഇത് ചെയ്യുന്ന എല്ലാ ഫയൽസും നമുക്ക് ചെയ്യുന്നത് അതിന്റെ ലിനക്സ് കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലൈക്ക് സജീഷ് എന്താണ് ഉദ്ദേശിച്ചത്? ഓപ്ഷൻ എ ആണെന്നാണോ LS-A? ഇതിപ്പോ 2 ഓപ്ഷൻ പറഞ്ഞല്ലോ. എ ബി ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ 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 ഫൈൻ ഫൈൻ. ഇപ്പൊ 2 ഓപ്ഷൻ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തു. സോ കുഴപ്പമില്ല. സോ അമലും സജീഷും അഞ്ജലിയും പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് വേറെ വിരുദ്ധാഭിപ്രായം ഇല്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പോവാം. കാരണം അവർ പഠിച്ച മിടുക്കരായിട്ടാണല്ലോ ഇരിക്കുന്നത്. സോ അവരെ നമുക്ക് അവര് പഠിച്ചത് തെറ്റാണെന്ന് പറയണ്ടല്ലോ. സോ അവരുടെ ഉത്തരം കറക്റ്റാണ്. നമുക്ക് എല്ലാ ഫയൽസിനെയും, അതായത് ഹിഡൻ ആയിട്ടുള്ള ഫയൽസിനെയും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ LS-A നമ്മൾ കമാൻഡ് എൻ്റർ ചെയ്യണം. അവിടെ LS എന്ന് പറയുന്ന ഒരു കമാൻഡിന്റെ പെക്യുലാരിറ്റി അല്ലെ അതിന്റെ ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ഓൾ ഫയൽസ് എന്ന് പറയുന്ന, അതായത് ലിസ്റ്റ് ഫയൽസ്, നമുക്ക് ആ ഡയറക്ടറി തന്നിട്ടുള്ള ഫയലുകൾ ഡിസ്പ്ലേ ചെയ്യുക എന്നതാണ് ഉള്ളത് LS-ന് വരുന്നത്. അപ്പൊ അവിടെ ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതോ പ്രൈവറ്റ് ആയിട്ടുള്ള ഫയൽസോ ഒരു പക്ഷേ അത് കാണിച്ചെന്ന് വരത്തില്ല. കാരണം നമുക്ക് തന്നെ നമ്മളുടെ ഇപ്പൊ ഒരു ഡയറക്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കാരണം നമ്മൾ നോർമലി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ നമ്മുടെ ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്യുന്നത് അത് തന്നെയാണ് ഒരു ഡയറക്ടറി എന്ന് പറയുന്നതിന്റെ ഒരു വകഭേദം ഉള്ളത്. ആക്ച്വലി ആ ഒരു ഫയൽസിൽ തന്നെ ആക്ച്വലി നിങ്ങളുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾ കുറച്ച് ഫയൽസ് ഒക്കെ ഹിഡൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോ അതൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഫയൽസ് ബാക്കിയുള്ളവര് ലൈക്ക് ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി, നോർമലി കമ്പ്യൂട്ടർ നോളജ് ഒന്നും ഇല്ലാത്തവർ അങ്ങനെ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഹിഡൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് ആക്ച്വലി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സോ അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മളുടെ ലിനക്സ് കമാൻഡിൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ നമുക്ക് അങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ മാനുവലി ചെയ്യുന്നത് അതിലെ മോസ്റ്റ്ലി കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ LS എന്ന് പറയുന്നത് ഓപ്പൺ ഡയറക്ടറി ആണ് വരുന്നത്. ഇനി LS-A എന്ന് പറയുന്നത് എല്ലാ ഫയൽസും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എങ്കിൽ PWD എന്താണ് എന്നാണ് നിങ്ങൾക്ക് ആക്ച്വലി അതിന്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. PWD കേരള ഗവൺമെന്റിന്റെ PWD അല്ല, നമ്മളുടെ കമ്പ്യൂട്ടർ ലിനക്സ് കമാൻഡിന്റെ PWD. യെസ്, വെരി ഗുഡ് സജീഷ്, വെരി ഗുഡ്. പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി അത് തന്നെയാണ് കറക്റ്റ്. നമ്മളിപ്പോ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ ആ ഒരു ഡയറക്ടറിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അതിന്റെ ഒരു URL നമുക്ക് പറയാൻ പറ്റില്ല, അതിന്റെ ആ ഒരു അഡ്രസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് PWD, പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത്. പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. സോ നെക്സ്റ്റ് നമുക്ക് CD-യുടെ പർപ്പസ് എന്താണ്? CD നിങ്ങൾ ആക്ച്വലി ലിനക്സ് കമാൻഡ് മോസ്റ്റ്ലി ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ? യെസ് യെസ് യെസ്. ആക്ച്വലി നമുക്ക് മോസ്റ്റ് കാര്യങ്ങളും ആക്ച്വലി അതിന്റെ ഫുൾ ഫോം അറിയാമെങ്കിൽ ഇറ്റ്സ് വെരി പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. ചേഞ്ച് ഡയറക്ടറി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് എന്താണ്? ലൈക്ക് ഒന്നെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിയുടെ അകത്തോട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിയുടെ പുറത്തോട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കാം, അല്ലെങ്കിൽ ഡീവിയേഷൻസ് എടുക്കാനായിട്ട് സാധിക്കാം. പല ആളുകളും നമ്മൾ നോർമലി CD യൂസ് ചെയ്യുന്നത് നമ്മൾ നിന്നിരിക്കുന്ന ഡയറക്ടറിയിലെ
ഒരു ഫയലിന്റെ ഫോൾഡറിന്റെ പേര് പറയും. അപ്പൊ ആക്ച്വലി ആ ഒരു ഫോൾഡറിലേക്ക് പോകും. നോർമലി നമ്മൾ CD യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ ഓപ്പൺ ഫോൾഡർ ഇൻ എ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാണ് എന്ന് നമുക്ക് പറയാം, നമ്മളൊരു പ്രാക്ടിക്കൽ യൂസേജ്. പക്ഷെ അത് മാത്രമല്ല ശരി. കാരണം CD എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, അതിന്റെ ഡയറക്ടറി ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആക്ച്വലി പുറകോട്ടും പോകും. ഇപ്പൊ നമ്മൾ CD ലൈക്ക് ഡോട്ട് എന്ന് പറയുന്നത് ചില കമാൻഡ് പ്രോപ്പർട്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകാം. അത് ആക്ച്വലി നമുക്ക് നമ്മുടെ പുറകിലോട്ട് വരാനോ അല്ലെങ്കിൽ ഏറ്റവും റൂട്ടിലേക്ക് എത്താനോ നമുക്ക് സാധിക്കും. സോ ചേഞ്ച് ഡയറക്ടറി എന്നതാണ് ഇതിന്റെ ഡയറക്റ്റ് ഉത്തരമായിട്ടുള്ളത്. സോ നമ്മുടെ LS കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടറിയിലെ ഫയൽസ് ആൻഡ് ഡയറക്ടറീസിനെ ലിസ്റ്റ് ചെയ്യും. മൈനസ് ഓർ -A എന്ന് പറയുന്നത് ഹിഡൻ ഫയൽസിനെയും, അതൊരു നമുക്ക് ഹിഡൻ ഫയൽസ് നോർമലി നമുക്ക് അതാണ് ഇവിടെ ഡോട്ട് ഇട്ടിട്ടായിരിക്കും നമുക്ക് ഹിഡൻ ഫയൽസ് വരുന്നത്. സോ ആ ഹിഡൻ ഫയൽസിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ -A എന്ന് പറയുന്ന ഓപ്ഷൻസ് പ്രയോജനപ്പെടും. PWD എന്ന് പറയുന്നത് കറന്റ് ഡയറക്ടറി പാത്ത്. എനിവേ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി ഓർത്താൽ മതി. CD is to change directory. In Linux, which command displays the current working directory? നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. LS, PWD, URI. ഇപ്പൊ ഞാനത് പറഞ്ഞത് നമുക്ക് എളുപ്പമായിരിക്കും. അത് എന്തായിരിക്കും എന്ന് പറയും. DIR അല്ലെങ്കിൽ ഡയറക്ടറിയുടെ DIR. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ LS പറഞ്ഞു, ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു, ലിസ്റ്റ് -A അവിടെ ഓൾ ലിസ്റ്റ് ഓൾ പറഞ്ഞു, PWD പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി പറഞ്ഞു. സോ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ B തന്നെയാണ്. ഒരു തർക്കമില്ല. ഇവിടെ URI എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ആരാണോ നമ്മളെ ഇതിന് ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ, ആ ലോഗ്ഡ് യൂസറിന്റെ യൂസർ നെയിം ആണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. URI എന്ന് പറയുന്നത് ആക്ച്വലി അവര് ഈ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡി ഓപ്ഷൻ അല്ല, എനിവേ കുഴപ്പമില്ല. നമുക്ക് ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ LSന്റെ സെയിം ഫങ്ഷൻ നമുക്ക് തരുന്ന ഒരു ലിനക്സ് കമാൻഡാണ് DIR എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞത് ലിനക്സിലല്ല കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ ഡോസ് ആൻഡ് വിൻഡോസ്. നമുക്ക് ഇവിടെ ലിനക്സ് കമാൻഡ് ആണല്ലോ നമ്മളുടെ ഒരു സിലബസിൻ്റെതായിട്ട് വരുന്നത്. സോ അതാണ് നമ്മൾ പറയുന്നത്. സോ ഇനി കുഴപ്പമില്ല, ഇവിടെ തെറ്റിയാലും, കാരണം തെറ്റിയാൽ നമ്മളത് ഓർത്തിരിക്കാനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്, ചോയ്സസ് കൂടുതലാണ്. പക്ഷെ എക്സാമിന് തെറ്റിത്തരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which Linux command is used to count the lines, words and characters in a file? നമുക്ക് grep ഉണ്ട്, WC ഉണ്ട്, cat ഉണ്ട്, count ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഇതിന്റെ ഉത്തരം ഓപ്ഷൻസ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സജീഷ് B പറഞ്ഞിട്ടുണ്ട്, അമൽ B പറഞ്ഞിട്ടുണ്ട്, അഞ്ജലി ശങ്കർ B പറഞ്ഞിട്ടുണ്ട്, സുബിത, നിങ്ങൾ എല്ലാവരും തന്നെ B ആണ് പറഞ്ഞിരിക്കുന്നത്. സോ B is the correct answer. ഇവിടെ WC എന്ന് പറയുന്നത് നമുക്ക് വേർഡ് കൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് WC ആണ് ഉത്തരം, B ആണ് ഉത്തരം. അപ്പൊ നമുക്ക് ആക്ച്വലി ഗ്രപ്പും
ക്യാറ്റും കൗണ്ടും പറയാം. ഇതിനകത്ത് ഗ്രപ്പ് എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഗ്രപ്പ്, GREP, ഗ്രപ്പ്. നിങ്ങൾ ആക്ച്വലി ഇത് നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ആക്ച്വലി സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് ഇനി ആ സ്ലൈഡ് മൊത്തം വായിക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷൻ മാത്രം മതിയെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി കേട്ടോ. യെസ്, സജീഷ് പറഞ്ഞത് കറക്റ്റ് ആണ്. പാറ്റേൺ സെർച്ച്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിൽ നമുക്ക് പലതരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു Ctrl+F അടിക്കുമ്പോൾ നമുക്ക് ഫൈൻഡ് ആണ് കിട്ടുന്നത്. പക്ഷെ ഫൈൻഡിനേക്കാൾ ഉപരിയായിട്ട് ഫൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിറ്റോ എന്താണോ ഉള്ളത് അതാണ് കിട്ടുന്നത്. പാറ്റേൺ സെർച്ച് നിങ്ങൾക്ക് ആക്ച്വലി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പാറ്റേൺ സെർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ലൈക് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് പാറ്റേൺ സെർച്ച് നോർമലി നമ്മൾ പറയുന്നത്. സജീഷ് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. പാറ്റേൺ സെർച്ച് നോർമലി യൂസ് ചെയ്യുന്നത്, പാറ്റേൺ സെർച്ച് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 സിമ്പിൾസ്, അതാണ് അതിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Ctrl+F പോലെയുള്ള അല്ലെങ്കിൽ സെർച്ച് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ നമ്മളുടെ അവിടെ ഉണ്ടോ എന്ന് ആയിരിക്കും പറയുന്നത്. പക്ഷെ പാറ്റേൺ സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ സ്ട്രിങ്, ഫൈൻ, അത് കുഴപ്പമില്ല. പാറ്റേൺ സെർച്ച് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സിമ്പിൾസ് പർട്ടിക്കുലർലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 2 സിമ്പിൾസ്. എനിവൺ? കാരണം നോർമൽ സെർച്ചും പാറ്റേൺ സെർച്ചും തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ. നോർമൽ സെർച്ചും പാറ്റേൺ സെർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ശ്രുതി, സജീഷ്, ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാവാത്തതാണോ എന്ന് എനിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതിരിക്കേണ്ട കാര്യം ഇല്ല ആക്ച്വലി. സിംഗിൾ കോട്ട്സ് ഓർ ഡബിൾ കോട്ട്സ് ഫൈൻ. പക്ഷെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. പെർസെൻറ്റേജും നമ്മൾ അണ്ടർസ്കോറും. പെർസെൻറ്റേജും അണ്ടർസ്കോറും. സോ പെർസെൻറ്റേജും അണ്ടർസ്കോറിന്റെയും വ്യത്യാസം എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മ വന്നു. പെർസെൻറ്റേജും അണ്ടർസ്കോറും നമ്മൾ പാറ്റേൺ സെർച്ചിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന്. യെസ്, കാരണം നമ്മൾ അണ്ടർസ്കോർ ഇടുകയാണെങ്കിൽ അണ്ടർസ്കോറിനെ നമ്മൾ ആ ഒരൊറ്റ വേർഡ് അല്ലെങ്കിൽ ആ ഒരൊറ്റ നമ്പർ അല്ലെങ്കിൽ ഒരു സിമ്പിൾ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ അവിടെ അതൊരു പൊസിഷൻ ആയിട്ട്, പൊസിഷനെ അത് അത്ര ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. ആക്ച്വലി അതിന്റെ ബാക്കിനോ അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിനോ എന്തുണ്ട് എന്ന് അവർ, അല്ലെങ്കിൽ എത്ര ഉണ്ടെന്ന് ആക്ച്വലി അവിടെ കൗണ്ട് ചെയ്യുന്നില്ല. അതാണ് പെർസെൻറ്റേജിന്റെ ലൈക്ക് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ പെർസെൻറ്റേജ് അണ്ടർസ്കോറും നമ്മൾ യൂസ് ചെയ്ത പാറ്റേൺ സെർച്ചിന് വേണ്ടിയാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു കാര്യമല്ല അത് പ്രധാനമായിട്ടും. കൂടുതൽ നമുക്ക് ഡാറ്റാബേസിലൊക്കെ കൂടുതൽ നിങ്ങൾ SQL ക്വറി ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് നോർമലി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാകാം. എനിവേ, ഗ്രപ്പ് നമ്മൾ WC പറഞ്ഞു. എന്താണ് WC? വേർഡ് കൗണ്ട് ആണെന്ന് പറഞ്ഞു. ഗ്രപ്പ് എന്ന് പറയുന്നത് പാറ്റേൺ സെർച്ച് ആണെന്ന് പറഞ്ഞു. ക്യാറ്റ് എന്ന് പറയുന്നത് ക്യാറ്റ്
ക്യാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു പ്രൊസീജിയർ, ഒരു പണിയാണ് അത് എടുക്കുന്നത്. ക്യാറ്റ് എന്താണ് ചെയ്യുന്നത്? ക്യാറ്റ് ക്യാറ്റ് ഫയൽ സേവ് എന്ന് സജീഷ് പറയുന്നത് ക്യാറ്റ് ക്യാറ്റ്. ആർക്കെങ്കിലും വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് സജീഷിന്റെ കൂടെ പോകണം. എന്താ വേണ്ടേ? പിക്ചർ എ ഫയൽ, പിക്ചർ എ ഫയൽ, പിക്ചർ എ ഫയൽ എന്നും ഉദ്ദേശിച്ചതിന്റെ എനിക്ക് മനസ്സിലായില്ല. പിക്ചർ എ ഫയൽ നമ്മ ഫിക്ടർ എന്ന ഫയൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ആക്ച്വലി? അല്ലെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായെങ്കിൽ ഫിക്ടർ എ ഫയൽ ഇപ്പൊ നമ്മളുടെ ആദ്യം നമ്മളുടെ പറഞ്ഞ സജീഷ് ഫയൽ സേവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ ഫിൽറ്റർ എ ഫയൽ, ഓക്കെ, ഫിൽറ്റർ എ ഫയൽ, ഓക്കെ. സോ അതല്ല എന്തായത് ഫിൽറ്റർ എ ഫയലിന് ഉദ്ദേശിച്ചത് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല കറക്റ്റ്. എനിവേ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഉത്തരം ചാടി പറഞ്ഞ ഫയൽ സേവ് എന്ന് പറഞ്ഞ സജീഷിന് കൂടെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചാലും നമുക്ക് പോകാനായിട്ട് പറ്റില്ല, കാരണം അത് തെറ്റായ ഉത്തരവാണ്. സോറി. സോ ഈ ക്യാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ക്യാറ്റ് എന്ന് പറയുന്നത് കൺകാഡിനേഷൻ ആണ്. കൺകാഡിനേഷൻ എന്ന് പറയുന്ന ആ ക്യാറ്റ്. സോ ആ കൺകാഡിനേഷൻ മീൻസ് രണ്ട് ഫയൽസിന് തമ്മിൽ അല്ലെങ്കിൽ നമുക്ക് രണ്ട് ലൈനുകൾ തമ്മിൽ, നിങ്ങൾ ആക്ച്വലി ഇപ്പൊ നമ്മൾ C++ പഠിക്കുമ്പോൾ രണ്ട് സ്ട്രിങ് തമ്മിൽ കൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ ക്യാറ്റ് ഓപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ ടെർമിനലിന് ആ ഫയലിന്റെ അകത്തുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പൊതുവെ ക്യാറ്റ് ഇന്ന ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിന്റെ അകത്തുള്ള കണ്ടന്റുകൾ ഡിസ്പ്ലേ ചെയ്യും. പക്ഷെ കൂടുതലും നമ്മൾ ക്യാറ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനല്ല, കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് കൺകാറ്റിനേറ്റ് ചെയ്യാനാണ്. രണ്ട് ഫയൽസിനെ തമ്മിൽ കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഈ കൗണ്ട് എന്ന് പറയുന്നത്, കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഉള്ള ഒരാളെ സംബന്ധിച്ച്, ഒരു ലേമാനെ സംബന്ധിച്ച് ആള് മിക്കവാറും എടുക്കുന്ന ഒരു ഓപ്ഷൻ കൗണ്ട് ആയിരിക്കും. പക്ഷെ കൗണ്ട് എന്ന് പറയുന്നത് പേര് കണ്ടു, ഇതാണ് നമ്മൾ പേര് വെച്ച്, ഇതിപ്പോ നമുക്ക് അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് അറിയാത്ത ഒരാള് വരുമ്പോ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഫസ്റ്റ് തോന്നുന്നത് കൗണ്ട് ആയിരിക്കും എടുക്കാറുള്ളത്. കൗണ്ട് ഉണ്ടല്ലോ, പിന്നെന്താ കൗണ്ട് എടുക്കാതിരിക്കുന്നത്? പക്ഷെ നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കില്ല. കൗണ്ട് എന്ന് പറയുന്നത് അതൊരു ലിനക്സ് കമാൻഡേ അല്ല ആക്ച്വലി. അതാണ് ഇതിന്റെ ഒരു സംഭവം. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇവിടെ WC കാര്യങ്ങൾ പറയുന്നുണ്ട്. WC തന്നെ WC -N എന്ന് അല്ലെങ്കിൽ -L/-W-C ഇത് ഓരോ പെർസ്പെക്റ്റീവ് ആയിട്ട് ലൈൻ വേർഡ് ക്യാരക്ടർ കൗണ്ട് എന്ന് പറയുന്നുണ്ട്. ബാക്കി നമ്മൾ ആക്ച്വലി ഗ്രപ്പും ക്യാറ്റും കൗണ്ടും പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് നെക്സ്റ്റ് ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിന് നമുക്ക് സ്പെസിഫിക്കലി നമ്മളുടെ ഇതിലുള്ളതല്ല, പക്ഷെ കമ്പ്യൂട്ടർ ബേസിക്സ് ഫണ്ടമെന്റൽസിന് പൊതുവെ വരുന്നതുണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ വരുന്ന ഒരു ഇതാണ് നമുക്ക് നമ്മുടെ പ്രിന്റേഴ്സ് വരുന്നത്. സോ പ്രിന്റേഴ്സിന്റെ കേസിൽ പ്രിന്റേഴ്സ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു 4 പ്രിന്റേഴ്സ് ഉണ്ട്. ആ 4 പ്രിന്റേഴ്സ് എന്താണ് അതിന്റെ വർക്ക്, അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്, അത് മാത്രമേ ഞാനിവിടെ കൊടുത്തു. ആക്ച്വലി അത് വെച്ച് നമുക്ക് ഏത് ക്വസ്റ്റ്യനും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ക്ജെറ്റ്, ലേസർ പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, തെർമൽ പ്രിന്റർ. ഇവിടെ ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം,
ഇങ്ക് ജെറ്റ് പ്രിന്റർ. ആ പേരിൽ നിങ്ങൾക്ക് അറിയാം, ഇങ്ക് ഉണ്ട്, ജെറ്റ് ഉണ്ട്. സോ ഇങ്ക് ജെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജെറ്റ് സ്പ്രേ സംഭവം ഓർമ്മ വരും. സോ നമ്മുടെ മഷി സ്പ്രേ പോലെ പേപ്പറിലേക്ക് അടിക്കുന്നതിനാണ് ഇങ്ക് ജെറ്റ് നമുക്ക് പ്രിന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ക് ജെറ്റ് പ്രിന്ററിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരുന്നതാണ്. അതായത് നമ്മൾ ആക്ച്വലി നമ്മളുടെ കളർ പ്രിന്റ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളുടെ കഫേയിലൊക്കെ പോകുമ്പോൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണ് എന്ന് നമുക്ക് ഓർക്കാം. സോ ഇങ്ക് ജെറ്റ് പ്രിന്റർ വരുന്നത്. അപ്പൊ അത് ആക്ച്വലി ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ടെക്സ്റ്റ് ഇമേജസ് ആണ് ഇങ്ക് ജെറ്റ് പ്രിന്ററിൽ വരുന്നത്. സോ ജെറ്റ് അല്ലെങ്കിൽ സ്പ്രേ, ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇങ്ക് എന്ന് പറയുന്ന സ്പ്രേയിലൂടെ ചെയ്യുന്ന ഇങ്കിന്റെ ഡ്രോപ്ലെറ്റ്സ് എന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഓർമ്മ വരുന്നു. സോ അതിനുശേഷം നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ പ്രിന്ററാണ്. ലേസർ എന്ന് പറയുമ്പോൾ തന്നെ പേര് നമുക്കറിയാം. ലേസർ ഒരു ഭിത്തിയിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ടാർഗറ്റഡ് ആയിട്ട് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ലേസർ എന്ന് പറയുന്നത്. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ലേസർ എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് ഷാർപ്പർ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ടാർഗറ്റ് പ്രിന്റർ ആണ് ലേസർ എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഡോട്ട് എന്ന് പറയുമ്പോൾ ഡി ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർക്കാൻ ഡി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഡിയുടെ സ്മോൾ ലെറ്റർ ഓർക്കുക. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബി തിരിച്ചെന്ന് വെച്ചാൽ അതിന്റെ ഒരു മിറർ ആയിട്ട് വരുന്നത് ബി ആണ്. സോ റിബൺ, ടീന് അങ്ങനെ ഒരു ബി റിബൺ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ റിബൺ വെച്ചിട്ടുള്ള ഇത് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ആ ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് വേണമെങ്കിൽ അത് നമുക്ക് തിരിച്ചുള്ളതാണല്ലോ ബി എന്ന് പറയുന്നത്. സോ ബി വരുന്നത് റിബൺ വരുന്നത്. ഇപ്പൊ റിബൺ വെച്ച് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്താ, റിബൺ ആക്ച്വലി ആ ഒരു പേപ്പറിലേക്ക് നമുക്ക് ഇങ്ങനെ തൊട്ട് അതായത് റിബൺ ഒരു മഷിയുള്ള റിബൺ നമുക്ക് ആ പേപ്പറിലേക്ക് ഇങ്ങനെ മുക്കി തൊട്ട് വേണം നമുക്ക് പോകാൻ. അപ്പൊ തൊട്ട് പോകണമെങ്കിൽ എന്താണ് വരുന്നത്, അതൊരു ഇമ്പാക്ട് പ്രിന്റർ ആണ്. നോൺ ഇമ്പാക്ട് അല്ല, അത് തൊട്ട് പോകുന്ന ഇതാണ്. ഇപ്പൊ ഇങ്ക് ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ക് ലൈക്ക് എന്താ സ്പ്രേ ചെയ്തോളൂ, അതൊരു നോൺ ഇമ്പാക്ട് ആണ്. പക്ഷെ റിബൺ എങ്ങനെയാണ്, അതൊരു ഇമ്പാക്ട് പ്രിന്റർ ആയിട്ടാണ് നമുക്ക് റിബൺ പോകുന്നത്. ഇപ്പൊ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ഡി റിബൺ എന്ന് ഓർക്കുകയാണെങ്കിൽ കറക്റ്റ്. ഇങ്ക് ജെറ്റ് സ്പ്രേ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇങ്ക് എന്ന് ഓർക്കാം. ഇത് തെർമൽ പ്രിന്റർ ആണ്. വെരി ഇത് നമ്മൾ ആക്ച്വലി ഇപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ കഫേയിൽ പ്രിന്റർ എടുത്തിട്ടുള്ളതിനേക്കാളും നിങ്ങൾക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മളുടെ സാധാ ഒരു മാർക്കറ്റിലോ ഒരു ഷോപ്പിംഗ് മാളിലോ അവരെ റെസിപ്റ്റ് പ്രിന്റ് ചെയ്ത് തരുന്ന ഇതാണ്. അവിടെ ആക്ച്വലി ചൂട് വെച്ചിട്ടാണ് അവര് തെർമൽ പ്രിന്റർ ആണ് വരുന്നത്. അത് നോർമലി അത്ര കളറല്ല, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റർ ആണ് വരുന്നത്. അത് റെസിപ്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ റിലയബിലിറ്റി അത് കുറച്ച് കഴിയുമ്പോൾ ആ ഇങ്ക് ആക്ച്വലി ഫെയ്ഡ് ആവാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ 4 പ്രിന്ററാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, തെർമൽ പ്രിന്റർ. നെക്സ്റ്റ്, ദ റൂട്ട് യൂസർ ഇൻ ലിനക്സ് കറസ്പോണ്ട് ടു. പറയൂ. റെഗുലർ യൂസർ, സൂപ്പർ യൂസർ, ഗസ്റ്റ് യൂസർ, ബാക്കപ്പ് യൂസർ. റൂട്ട് യൂസർ എന്ന് പറയുന്നത് റെഗുലർ യൂസർ, സൂപ്പർ യൂസർ, ഗസ്റ്റ് യൂസർ, ബാക്കപ്പ് യൂസർ.
റൂട്ട് യൂസർ എന്ന് പറയുന്നത് റൂട്ട് R4 റൂട്ട് ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ചിലർക്ക് ബിയും സിയും വരാം. അങ്ങനെ പല ഡൗട്ടുകൾ വരാം. പലരും തിങ്ക് ചെയ്യുന്നതിന്റെ ഇതിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഞാൻ ആക്ച്വലി അത്യാവശ്യം എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്നത് റെഗുലർ യൂസർ എന്നാണ് പറയുന്നത്. റെഗുലർ യൂസർ എന്ന് പറഞ്ഞാൽ നെയിം ഇൻഡിക്കേറ്റ്സ് ആക്ച്വലി ഒരു നോർമൽ യൂസേജ് ആണ് ആക്ച്വലി അവിടെ വരുന്നത്. നോർമലായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പൊ നോർമലായിട്ട് ഒരാൾ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് നമ്മൾ ആക്ച്വലി പെർമിഷൻസ് കൊടുക്കുന്നത് നോർമലായിട്ട് യൂസ് ചെയ്ത ഒരാൾക്ക് നമ്മൾ സാധാരണ കൊടുക്കാറില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാൾക്ക് അതിനകത്ത് ചേഞ്ചസ് വളരെ പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ റൂട്ട് യൂസർ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അതിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ എല്ലാത്തിനോടും അക്സസിബിലിറ്റി ഉള്ള ഒരു യൂസർ ആയിരിക്കും. സോ അത് കൂടുതൽ അലൈൻ ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ യൂസർ കൺസെപ്റ്റിലേക്കാണ്. സോ റെഗുലർ യൂസർ എന്ന് പറഞ്ഞ ഒരു നോർമൽ യൂസർ ആണ്. നോർമൽ യൂസർക്ക് പക്ഷെ അധികം പെർമിഷൻസ് ഒന്നും അധികം ഉണ്ടാകില്ല. ലിമിറ്റഡ് പ്രിവിലേജസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അയാൾക്ക് ഒരു സിസ്റ്റം വൈഡ് ആയിട്ടുള്ള സെറ്റിംഗ്സിലേക്കൊന്നും ഒരു അക്സസിബിലിറ്റി ഉണ്ടാകില്ല. സൂപ്പർ യൂസർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതാണ് ആക്ച്വലി റൂട്ട് യൂസർ ആയിട്ട് വരുന്നത്. റൂട്ട് യൂസർ ഇസ് കറസ്പോണ്ട്സ് ടു സൂപ്പർ യൂസർ. ഇനി ഗസ്റ്റ് യൂസർ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഗസ്റ്റ് യൂസർ ആക്ച്വലി വരുന്നത്. ഗസ്റ്റ് യൂസർക്ക് അങ്ങനെ ഇപ്പൊ റെഗുലർ യൂസർ പോലെ ഉള്ള വലിയൊരു സെഷൻ ടൈം ഒന്നും ആക്ച്വലി ചിലപ്പോൾ അവൈലബിൾ ആയി കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി അതാണ് ഗസ്റ്റ് യൂസർ എന്ന് പറയുന്നത്. ഇനി ബാക്കപ്പ് യൂസർ എന്നും പറയുന്നത് ബാക്കപ്പ് യൂസറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു ബാക്കപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് അസിസ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ ആയിട്ടാണ് ബാക്കപ്പ് യൂസർ വരുന്നത്. അവിടെയും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്തായാലും ലിമിറ്റഡ് പ്രിവിലേജസ് സ്വാഭാവികമായിട്ടുണ്ടാകും. സോ അതൊരു റൂട്ട് യൂസർ ആകാനുള്ള ചാൻസ് ഇല്ല. സോ root has unrestricted privileges to modify system files and configuration. Regular എന്ന് പറഞ്ഞ ഒരു നോർമൽ യൂസർ അക്കൗണ്ട് ആണ്. ലിമിറ്റഡ് പ്രിവിലേജസ് ആണ്. സ്വന്തം ഡയറക്ടറിയിലാണ് കൂടുതൽ ആൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത്. ഗസ്റ്റ് യൂസർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പററി അക്കൗണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റെഗുലർ യൂസർ എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് അക്കൗണ്ട് ആണ്. ഇപ്പൊ നിങ്ങൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഗസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. ഗസ്റ്റ് യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി അക്കൗണ്ട് ആയിരിക്കാം. അവിടെ ചിലപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളൊന്നും അവിടെ സേവ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പൊ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് ആക്ച്വലി അവിടെ നഷ്ടപ്പെടാം. ബാക്കപ്പ് യൂസർ എന്ന് പറയുന്നത് ബാക്കപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ട് ആണ്. അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ രീതി കോൺട്രാക്ട്സ് റിസ്ക് പ്രോസസേഴ്സ് എംഫസൈസ്. എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? റിസ്ക് പ്രോസസർ നമ്മൾ പറഞ്ഞു സിസ്ക് ഈസ് കോംപ്ലക്സ്, റിസ്ക് ഈസ് റാപ്പിഡ്, മൾട്ടി കോറസ് മെനി. GPU എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ഇതായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആണ്, കമ്പ്യൂട്ടർ പ്രോസസർ ആണ് വരുന്നത്. അതിന് റെഡ്യൂസ്ഡ് ആണ്, ഷോർട്ട് കട്ടിലാണ്, സ്മോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഫാസ്റ്റർ പ്രോസസിംഗ് ആണ്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നത് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ് ഫാസ്റ്റർ. ഇനി കോംപ്ലക്സ് മൈക്രോ കോഡ് എന്ന് പറയുന്നത് അത് സിസ്ക് ആണ് വരുന്നത്. വേരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സോ ഇതിനകത്തേക്ക് വരുന്നത്. ഇവിടെ ഇപ്പൊ അമ്മല് നമുക്ക് നേരത്തെ റിസ്കിന്റെ സാധനം പറഞ്ഞതുപോലെ ഒന്നും അറിയാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ റെഡ്യൂസ്ഡ് കണ്ടു. ഇതിന്റെ ഫുൾ ഫോം
ഡിഫൈൻ ചെയ്തു വെച്ചു. റെഡ്യൂസ് ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ പ്രൊസസർ എന്ന് വിചാരിച്ചു എന്ന് വിചാരിച്ചു. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരാള് ആദ്യമേ മാർക്ക് ചെയ്യുന്നത് ചിലപ്പോ റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷനായിരിക്കും. പക്ഷെ അത് ഇൻകറക്റ്റ് ആണ്. സോ നമുക്ക് സിമ്പിൾ എക്സിക്യൂഷൻസ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ഫാസ്റ്റർ എന്ന് പറയുന്നതാണ് നമ്മളുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, സെയിം അല്ല, ലൈക്ക് ഈ പറഞ്ഞ സിസ്ക് പ്രോസസർ ആണ്. സിസ്ക് നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അവിടെ ലാർജ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ ലൈക്ക് ആർ ഒപ്റ്റിമൈസ് ഫോർ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ഓൺലി. അതൊരു ഈ പറഞ്ഞ എക്സ്ചേഞ്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമുക്ക് അതിന്റെ കണ്ടന്റ് അറിഞ്ഞുകൂടാ. പൈപ്പ് ലൈൻ എക്സിക്യൂഷന് മാത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് വേണം അവിടെ എന്തായാലും. കണ്ടന്റ് വരുമ്പോൾ എന്താ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ഉണ്ടെങ്കിൽ കോംപ്ലക്സ് ഓപ്പറേഷൻസിനാണല്ലോ സിസ്ക് യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെയധികം ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ ചെയ്യുന്ന പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ഓൺലി. അന്നേരമാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ കാൽക്കുലേറ്റർ ഇതിന്റെ സി നമ്മൾ വെട്ടിക്കളയേണ്ടത്. പിന്നെ യൂസ് ഫിക്സ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇൻസ്ട്രക്ഷൻ ലെങ്ത് എന്ന് പറയുന്നത് ഇതുമായിട്ട് അങ്ങനെ ലിങ്ക് ഒന്നുമല്ല. പക്ഷെ നമുക്ക് അറിയാലോ, സിസ്റ്റം പ്രോസസർ അറിയാലോ, ലാർജ് ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ കോംപ്ലക്സ് ഓപ്പറേഷൻസിലൂടെ നമ്മൾ മാനേജ് ചെയ്യുന്നതാണ് സിസ്റ്റം പ്രോസസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു schedule a Linux command to run automatically at a fixed time daily, which command is used? ATCRON NOHUPPG. പറയാത്തത് അത് അങ്ങനെ വിചാരിച്ചാൽ പറയുന്ന ഉത്തരം ATCRON NOHUPPG. ഇത് ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Anybody to schedule a Linux command to run automatically at a fixed time daily, which command is used? അതായത് നമുക്കൊരു ഫിക്സഡ് ടൈമില് നമുക്ക് എന്നും നമുക്കൊരു കമാൻഡ് റൺ ചെയ്യണം. അതായത് സ്കെഡ്യൂള് അവിടെ ചെയ്യണം. സ്കെഡ്യൂള് ചെയ്ത് ഉള്ള ഓപ്പറേഷൻസ് നടത്തുന്നതാണ്. അവിടെ നമുക്ക് എപ്പോഴും അത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. ഓരോ ടൈമിൽ അത് ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ്. വെരി ഫേമസ് ആണ്, വളരെ ഫേമസ് ആയി. കാരണം നമ്മളുടെ ആക്ച്വലി ഈ IT കമ്പനീസിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ ഇത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അല്ലാതെ അവർക്ക് എപ്പോഴും 24 hours അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അവർ ആക്ച്വലി ഓരോ ടൈമിലും ഇങ്ങനെ ചെയ്യേണ്ടത് അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ ഒരു കമാൻഡ് ആക്ച്വലി അതിനനുസരിച്ച് അവർ റൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്കെഡ്യൂളിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. സോ ഏതാണ് ആ ഒരു ലിനക്സ് കമാൻഡ്? എനിബഡി ഒരു ഗസ് എടുത്തോ? ഗസ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. നിങ്ങൾ ഞാൻ ഇപ്പൊ പഠിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാല് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ആക്ച്വലി ഇനി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഗസ് വർക്ക് എത്രത്തോളം ശരിയാവും എന്ന് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ. അത് കാൽക്കുലേറ്റർ ഗസ് ആയിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്തിട്ട് ഉള്ള കാൽക്കുലേറ്റർ ഗസ് ആയിരുന്നോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനോ വേണമെങ്കിൽ. ഇത് വെറുതെ ഗസ് അടിച്ചാണ്. അപ്പൊ വെറുതെ ഗസ് അടിച്ചതാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി അങ്ങനത്തെ ഗസ് എടുത്ത് പോവാതിരിക്കുക.
അതായത് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസിന് അങ്ങനെ ചെയ്യായിരിക്കും. പക്ഷെ നിങ്ങളുടെ ആ ലോജിക്കൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് ഗസ് വർക്ക് ഓർ റിയൽ എക്സാമിന്. സോ എനിബഡി ട്രൈ ടു ടേക്ക് എ ഗസ്. സജീഷ് വളരെ ധൈര്യത്തോടെ NOHUP എന്ന് പറഞ്ഞ് ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അഞ്ജലി S80 എന്ന് പറഞ്ഞിട്ടുണ്ട്. സജീഷ് NOHUP പറഞ്ഞിട്ടുണ്ട്. അഞ്ജലി 80 പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ബി ഓപ്ഷൻ CRONO അല്ലെങ്കിൽ BG പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, സജീഷ് C എടുക്കാനുണ്ടായ റീസൺ, കാരണം ഇത് നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു. അറിയാത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സജീഷ് C എടുക്കാനുണ്ടായ സജീഷിന്റെ ഒരു ചേതോവികാരം അല്ലെങ്കിൽ ഒരു ഇന്നർ റീസൺ? ആ ഗസ്സാണെന്ന് മനസ്സിലായി. അത് എന്തുകൊണ്ട് 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. സോ എന്തുകൊണ്ടാണ് സജീഷ് അത് എടുക്കാൻ പറ്റിയെന്നൊന്ന് അറിയാനായിട്ട് പറ്റും. കാരണം പലരും ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാകും, അവരെല്ലാം പേടിച്ച് പറയാതിരിക്കുന്നുണ്ടാകും. അപ്പോ ആ ഒരു ഗസ്സിന് എന്തെങ്കിലും ജസ്റ്റ് ട്വീക്ക് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് അത് ചെയ്താൽ മതിയല്ലോ. സോ സജീഷിന് അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ടോ വൈ C ഓപ്ഷൻ എടുത്തു എന്നത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും വലിയ ഉത്തരം കണ്ടു, അങ്ങനെ ചിലരങ്ങനെ കൊടുക്കും. ഏറ്റവും വലിയ ഡിഫറെന്റ് ഓപ്ഷൻ ആയിട്ട് തോന്നും. അത് ആക്ച്വലി ചിലര് ഇങ്ങനെ തോന്നാറ്. കാരണം നമ്മള് ഈ ഒരു എക്സാമിനറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. ആക്ച്വലി അതൊരു ഗുഡാണ്, ഒരു ഡിഫറെന്റ് ഓപ്ഷൻ. അങ്ങനെ ഒരു ഡിഫറെന്റ് ഓപ്ഷൻ എവിടെ നിന്ന് വന്നു, അപ്പൊ അത് അതിന്റെ ഒരു ഉത്തരമായിട്ട് വരാനായിട്ട് ചാൻസ് ഹയർ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ശരിയാവാറുണ്ട് കേട്ടോ, കുറെ രീതിയിൽ ശരിയാവാറുണ്ട്. അതിന്റെ ഒരു പ്രോബബിലിറ്റി ഒക്കെ എടുത്ത് വരും. വാട്ട് അബൌട്ട് അഞ്ജലി 80 എടുത്തതിന്റെ കാരണം അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലോജിക്കൽ ഇൻ ദ സെൻസ് അവിടുത്തെ അഞ്ജലിയുടെ ലോജിക്ക് വേറെയാണ്. സജീഷിന്റെ ലോജിക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു ഡിഫറെന്റ് ഓപ്ഷൻ, അതങ്ങനെ എയറിൽ നിന്നൊന്നും വരില്ലല്ലോ. നമ്മളെ തെറ്റിക്കാനായിട്ടാണ് എക്സാമിനർ ഇടുന്നതെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഇവിടെ ഇടുന്നത് എന്നൊരു ലോജിക്ക് ആയിരിക്കാം സജീഷിന് വർക്ക്ഔട്ട് ആയത്. ഇനി അഞ്ജലിയുടെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 80 എന്ന് പറയുന്നത് ആക്ച്വലി ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. സോ ഇന്നൊരു സമയത്ത് എന്ന് പറയുന്ന ഒരു സാധനം, ആ ഒരു ലോജിക്കും അവിടെ അഞ്ജലി യൂസ് ചെയ്ത ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അഞ്ജലിക്ക് തന്നെ ഒബ്ജക്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇത് വാട്ടെവർ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. CRON ക്രോ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ക്രോൺ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സൈക്കിൾസിലും റൺ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. സോ ക്രോൺ എന്നത് അത് ആക്ച്വലി ഇപ്പോ നമുക്ക് ഏത് ആപ്ലിക്കേഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ IT കമ്പനീസിലൊക്കെ നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു സൈക്കിളാണ് ക്രോൺ എന്ന് പറയുന്നത്. ഓരോ പ്രോഗ്രാംസ് നടത്തുന്നതിന് നമുക്ക് റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ടൈം സ്കെഡ്യൂളിലായിരിക്കും നടത്തുന്നത്. അതിന് ക്രോൺ എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഇനി മറക്കരുത്. ക്രോൺ എന്ന് പറയുന്ന സൈക്കിൾസ് ആയിട്ട് റൺ ചെയ്യുന്ന ഓപ്പറേഷൻസിനാണ് ക്രോൺ എന്ന് പറയുന്നത്. സോ ആ ക്രോൺ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് അറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ജലി പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അറ്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കമാൻഡാണ് ആക്ച്വലി നമ്മൾ റൺ ചെയ്യുന്നതായിട്ട് വരുന്നത്. ഒരൊറ്റ കമാൻഡ് ഒരു സമയത്ത്, കാരണം ഇന്നൊരു സമയത്ത് മാത്രം. ഇന്ന് 9 മണിക്ക് എന്ന് പറഞ്ഞാൽ അത് മാത്രം. പക്ഷെ
പിന്നീട് നടക്കില്ല. അതായത് പക്ഷെ ക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇന്ന ഒരു ടൈമുകൾ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ക്രോൺ എന്ന് പറയുന്നത്. ഇനി NOHEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഡിഫറെന്റ് ഓപ്ഷൻ ആണെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. അവിടെ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള പവറും കാര്യങ്ങളും കിട്ടുന്നതല്ലാതെ വേറെ എന്ത് പ്രശ്നം വന്നാലും, അതായത് ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം സ്ലീപ്പിലിട്ടാലോ അല്ലെങ്കിൽ ഈവൻ ലോഗ് ഔട്ട് ചെയ്താലോ, ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വരും, പക്ഷെ നമ്മളുടെ ലോഗ് ഔട്ട് ചെയ്താലോ അടക്കം നമ്മുടെ ആ ഓപ്പറേഷൻസ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നോ ഹാങ് അപ്പ് എന്നുള്ള ഒരു ഇതാണ് അതിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അതായത് ഹാങ് അപ്പ് വന്നാലും ഇല്ലെങ്കിലും നമ്മളുടെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇനി ബാക്ക്ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലൂസ് എ സസ്പെൻഡഡ് ജോബിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് കറന്റ് സെഷൻ എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ഇത് റൺ ചെയ്യുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഓപ്പറേഷൻസിനാണ് നമ്മൾ BG കമാൻഡ് വെച്ച് റെഫർ ചെയ്യുന്നത്. ആ BG കുറച്ചൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഗസ് ചെയ്യാൻ വേണമെങ്കിലുള്ള ഇതുണ്ട്. കാരണം BG കളർ നമ്മുടെ HTML CSS ഉപയോഗിക്കുന്നുണ്ട്. സോ BG റെഫേഴ്സ് ടു ബാക്ക്ഗ്രൗണ്ട്. ഇത് കുറച്ചും കൂടി ഒന്നൊരു സ്പീഡ് ആക്കേണ്ടതായിട്ടുണ്ട്. സോ അറ്റ് പറഞ്ഞു ഒരൊറ്റ സ്പെസിഫിക് ടൈമിന് ഒരു വൺ ടൈം ടാസ്ക് ചെയ്യുന്നതിനാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. നോ ഹാങ് അപ്പ്. ഇത് BG moves a suspended job to run in the background. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഒന്ന് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഇതിന്റെ ഒരു ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് പറയണേ. എ പ്രോസസർ കംപ്ലീറ്റ്സ് എ ടാസ്ക്. 8 സെക്കൻഡില് ഒരു പ്രോസസർ ഇത് ചെയ്യുമായിരുന്നു. ആ 8 സെക്കൻഡ് അതിന്റെ സ്പീഡ് 25% കൂടി. 25% കൂടിയെങ്കിൽ അതിന്റെ ടൈം എത്രയായിട്ട് കുറഞ്ഞു? കാരണം എല്ലാ ഓപ്ഷൻസും 8 സെക്കൻഡിലും കുറവാണ് വരുന്നത്. സോ അത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പ്രോസസർ കംപ്ലീറ്റ്സ് എ ടാസ്ക് ഇൻ 8 സെക്കൻഡ്. 8 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ സ്പീഡ് 25% കൂടി. അപ്പൊ അതിന്റെ എക്സിക്യൂഷൻ ടൈം എത്രയാണ്? 6 സെക്കൻഡ്, 6.4 സെക്കൻഡ്, 7 സെക്കൻഡ്, 5 സെക്കൻഡ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ?
ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നില്ല. ബേസിക് മാത്തമാറ്റിക്സേ ഉള്ളൂ. സോ പ്രോസസ്സർ 8 സെക്കൻഡിൽ അതിന്റെ ഇത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ന്യൂ വേർഷൻ 25% ഫാസ്റ്റർ ആണ് എങ്കിൽ അതിന് ന്യൂ എക്സിക്യൂഷൻ ടൈം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനിബഡി കിട്ടിയോ? ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ? തെറ്റിയാലും പോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് എക്സാമൊന്നും വേണ്ടല്ലോ. ഇനിയും കിടക്കുന്നു എക്സാം. ഓക്കെ, ഒരു 10 സെക്കൻഡ് കൂടി തരാൻ നിങ്ങൾക്ക് ഉത്തരം ആരെങ്കിലും പറയുകയാണെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾ ചെയ്തു ഇതാണോ കിട്ടാത്തതാണോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുവാണോ എന്താണ് എനിക്ക് ഐഡിയ ഇല്ല. ഇനി ഞാൻ പറയാം, കാരണം 8 സെക്കൻഡ് ഈ സ്മൈലിക്ക് പല അർത്ഥമുണ്ട്. എനിവേ, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കട്ടെ. നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടി. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള സ്റ്റുഡൻസിനെ മാനസികമായി തളർത്തണ്ട എന്ന് കരുതി ഉത്തരം പറയാതിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ എനിവേ നമുക്ക് കിടക്കാം. നമ്മൾ 8 സെക്കൻഡിൽ ഒരു പ്രോസസ്സർ ടാസ്ക് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഒരു സ്പീഡ് നമുക്ക് എക്സ് അല്ലെങ്കിൽ എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അതിന്റെ ഒരു പുതിയ വേർഷനിൽ അതിന്റെ സ്പീഡ് 25% സ്പീഡ് കൂടി എന്ന് പറയും. ഇപ്പൊ 8 സെക്കൻഡ് ആണെങ്കിൽ 8 സെക്കൻഡ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം 8% ഒക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും അതിനൊരു ഇപ്പൊ 8 സെക്കൻഡിൽ റൺ ചെയ്യുന്ന ഒരു പ്രൊസസ്സറിന്റെ സ്പീഡ് ഞാനൊരു 100 എന്ന് എടുത്തു. അതിന്റെ സ്പീഡ് 100 എന്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 100 മീറ്റർ പെർ സെക്കൻഡോ 100 കിലോമീറ്റർ പെർ അവറോ. കിലോമീറ്റർ പെർ അവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല വരുന്നത് ഇതിന്റെ കേസിൽ. സോ യൂണിറ്റ് ഡിറ്റർമൈൻ വലിയ രീതിക്ക് വരുന്നില്ല. സോ നമുക്കിവിടെ 100 എടുത്തു. അപ്പോ ഇതിന്റെ ന്യൂ വേർഷൻ എന്ന് പറയുന്നത് 25% ഫാസ്റ്റർ ആണ്. സോ ന്യൂ വേർഷന്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ 125 വരും. ശരിയാണല്ലോ. സോ 8 സെക്കൻഡ് നമുക്ക് ഈ സ്പീഡും ടൈമും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്? സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും, സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും. അതായത് സ്പീഡും ടൈമും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇവിടെ നമുക്ക് ന്യൂ ടൈം കിട്ടണമെങ്കിൽ 8 എന്ന് പറയുന്നതിന് ഇക്വലന്റ് ആയിട്ടാണ് നമുക്ക് 100 വന്നിരിക്കുന്നത്. നമുക്ക് എക്സ് അല്ലെങ്കിൽ ന്യൂ എക്സിക്യൂഷൻ ടൈമിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് 125 വന്നിരിക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് 8 × 100/125 ആണ് വരുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 6.4 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 100 പകരം ഉള്ളതിന് ഇവര് 1 എന്നാണ് 1.25 ആണ് എടുത്തത്. അങ്ങനെ എടുത്താലും 5, ഉത്തരം 6.4 സെക്കൻഡ്സ് കിട്ടും. ഇനി ഞാൻ കുറച്ച് ലിനക്സ് കമാൻഡ്സ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ലിനക്സ് കമാൻഡിലൂടെ നമുക്ക് ഗോ ത്രൂ ചെയ്യാം. ഫസ്റ്റ് mkdir എന്ന് പറഞ്ഞത്, നമ്മൾ dir എന്ന് പറഞ്ഞൊരു കമാൻഡിനെ പറ്റി പറഞ്ഞു. അതിനെപ്പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് dir എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്, പക്ഷെ ലിനക്സ് കമാൻഡ് ഇല്ല. ലിനക്സ് കമാൻഡ് നമ്മൾ cd ഓപ്പൺ ചെയ്യാൻ, ചേഞ്ച് ഡയറക്ടറിയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അത് പക്ഷെ നമുക്ക് ഏതിലും കാണാനായിട്ട് സാധിക്കും. അത് വിൻഡോസിലും ഡോസിലും നമുക്ക് dir കാണാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. mkdir എന്ന് പറയുന്നത് പക്ഷെ ലിനക്സ് കമാൻഡ് ആണ്. ഇവിടെ മേക്ക് ഡയറക്ടറി എന്നാണ് പറയുന്നത്. മേക്ക് ഡയറക്ടറി. സോ mkdir എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ന്യൂ ഡയറക്ടറി ആണ് വരുന്നത്. എങ്കിൽ rmdir എന്ന് പറയുന്നത് ഒരു, ഇപ്പൊ നമുക്ക് മേക്ക് mkdir ആ ഡയറക്ടറിക്ക് നമ്മൾ പേര് കൊടുത്താൽ ആ ഡയറക്ടറി അത് ഫോം ചെയ്തു വരും. ഇപ്പൊ mkdir
സ്പേസ് രാജു എന്ന് കൊടുത്താൽ രാജു എന്ന പേരുള്ള ഒരു പുതിയ ഡയറക്ടറി അല്ലെങ്കിൽ പുതിയൊരു ഫയലല്ല ഒരു ഫോൾഡർ ആക്ച്വലി അവിടെ ഫോം ചെയ്യും. ഇനി റിമൂവ് ആൻഡ് എം ടി ഡയറക്ടറി, ഇവിടെ റിമൂവ് ആൻഡ് എം ടി ഡയറക്ടറി ആണ് RMDIR എന്ന് വെറുതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ, അതായത് RMDIR എന്ന് പറഞ്ഞ റിമൂവ് ഒരു എം ടി ആയിട്ടുള്ള ഡയറക്ടറിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എം ടി ഡയറക്ടറി. അത് ശ്രദ്ധിക്കണം. RMDIR തമ്മിൽ മാറിപ്പോകുന്നത്. RMDIR നമ്മൾ എം ടി ഡയറക്ടറിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ RM യൂസ് ചെയ്യുന്നത് ഏത് ഫയലും, അത് എം ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയൽ ആയിക്കോട്ടെ ഡയറക്ടറി ആയിക്കോട്ടെ, അവിടെ ഫുൾ ആണെങ്കിലും എം ടി ആണെങ്കിലും അവിടെ നമുക്ക് ഇഷ്യൂ ഇല്ല. RM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിമൂവ് ഫയൽസ് ഓഫ് ഡയറക്ടറി എന്നതാണ് വരുന്നത്. ഇനി CP എന്ന് പറയുന്നത് ഇതെല്ലാം ആ പേര് വെച്ചൊന്ന് കണക്ട് ചെയ്താൽ നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. മോസ്റ്റ് കാര്യങ്ങളും നമുക്ക് ക്രോണും പിന്നെ NOHUP അത് നോ ഹാങ്ങപ്പ് എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ബാക്കിയെല്ലാം അതിന്റെ പേര് വെച്ചൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ്. സോ CP എന്ന് പറയുന്നത് കോപ്പി ഫയൽസ് ഓഫ് ഡയറക്ടറി ആണ് വരുന്നത്. ഒരു ഫയലിലെ സെയിം ഇത് അല്ലെങ്കിൽ ആ ഫയല് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് അവിടെ യൂസ് ചെയ്യുന്നത് CP. MV എന്ന് പറയുന്നത് MV നിങ്ങൾക്ക് ഒബ്വിയസ്ലി അത് ഗസ് ചെയ്യാം. മൂവ് എന്ന് പറയുന്നതാണ് വരുന്നത്. മൂവ് അല്ലെങ്കിൽ റീനെയിം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. MV കൊടുത്തിട്ട് അതിന്റെ എക്സിസ്റ്റിംഗ് നെയിം പിന്നെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡയറക്ടറി നെയിം അതിനുശേഷം നമ്മൾ പുതിയ പേരും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ നേരത്തെ കൺകാർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ലേ, ആ ക്യാറ്റ് എന്ന് പറയുന്നത് പേര് വെച്ചിട്ടുള്ളത് കൺകാർഡിനേഷനാണ്. പക്ഷെ CAT നമ്മൾ ഒരു കാര്യത്തിനും കൂടി യൂസ് ചെയ്യും. എന്തിന്? ആ ഫയലിലുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാനും ക്യാറ്റ് യൂസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ MV എന്ന് പറയുന്നത് മൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അത് നമുക്ക് ഒബ്വിയസ്ലി ഗസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ റീനെയിം ചെയ്യാനും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് മോർ ഓർ ലെസ്. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് ലൈക്ക് നമുക്ക് നമ്മുടെ കണ്ടന്റ് പേജ് ബൈ പേജ് ആയിട്ട് ലൈക്ക് നമുക്ക് ആ ഫുൾ കണ്ടന്റിനെ നമുക്ക് കുറച്ചായിട്ട് കാണണം അല്ലെങ്കിൽ ഒരുമിച്ച് കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോറ് ലെസ് ഒക്കെ വരുന്നില്ല. ഇനി ടച്ച് എന്ന് പറയുന്ന നെക്സ്റ്റ് ഐറ്റം. ടച്ച് എന്ന് പറയുന്നത് നമുക്കൊരു empty ഫയൽ ഉണ്ടാക്കാം. വെറുതെ ഒരു empty ഫയൽ ഉണ്ടാക്കാനും അതിനൊരു ഫയൽ ടൈം സ്റ്റാമ്പ്, അതിന്റെ ഈ രണ്ട് കാര്യം ഒന്ന് നോക്കുക. ഈ പറഞ്ഞ ടച്ച് എന്ന് പറയുന്ന പേര് കിട്ടുമ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടച്ച് എന്ന് പറയുമ്പോൾ ഒരു empty ഫയല് ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ഒരു നൾ ഫയലിനല്ല, കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു ഫയൽ, വെറുതെ ഫയൽ നെയിം മാത്രമുള്ള ഒരു ഫയൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ടച്ച് എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഫയലിന്റെ അപ്ഡേറ്റ് ഫയൽസ് ടൈം സ്റ്റാമ്പ്, അതായത് ഇപ്പൊ ആ ഒരു ഫയലിൽ എന്തൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ആ ലാസ്റ്റ് ടൈം സ്റ്റാമ്പ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഫയൽ ടൈം സ്റ്റാമ്പ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടച്ച് എന്ന് പറഞ്ഞ ഇത് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അതൊരു ഡിഫറെന്റ് ആണ്, നമുക്ക് പേരിൽ നിന്ന് അങ്ങനെ ഗസ് ചെയ്യാനായിട്ട് പറ്റില്ല. CH മോഡ് ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് കൊടുത്തിരിക്കുന്ന ഫയലില് പല പല പെർമിഷൻസ്, റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വ്യൂ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്ന പെർമിഷൻസ് ഉള്ളത്. അത് നമ്മളുടെ ആ യൂസറിന് അല്ലെങ്കിൽ ആ യൂസർ നെയിം വെച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്യാവുന്ന ലിനക്സ് കമാൻഡ് ആണ്
chmod എന്ന് പറയുന്നത്. ഇനി chown എന്ന് പറയുന്നത് ഈ ഫയലിന്റെ ഓണർ അതിന്റെ ഫയലിന്റെ ഓണർ ഏത് യൂസർ നെയിം ആണ് എന്ന് പറയുന്നതാണ് chown എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ലിനക്സ് കമാൻഡിനുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ mkdir പഠിച്ചു. mkdir എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഡയറക്ടറി ഉണ്ടാക്കുന്നതാണ്. rmdir എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു empty ഡയറക്ടറി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ rm എന്ന് പറയുന്നത് നമുക്ക് ഏതിനെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ കോപ്പിയുടെ CP പഠിച്ചു. അത് കോപ്പി തന്നെയാണുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ടുള്ള ലിനക്സ് കമാൻഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പലതും നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓൾറെഡി സാർ എടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഫാക്കൽറ്റി എടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഫൈൻഡ് എന്ന് നമുക്ക് ആക്ച്വലി ഈ എക്സ്ട്രാ ഉള്ളത് നമുക്ക് ആ പേര് വെച്ച് എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ഇത് ചെയ്താൽ മതി. അവിടെ ഫൈൻഡ് എന്ന് പറയുന്നത് നോർമലി ഇതുപോലെ ഫൈൻഡ് ചെയ്യാം. ഇവിടെ ഡിഫറൻസുകൾ വരുന്നത് യൂണീക്ക് ആയിട്ടുള്ളത് അതൊന്നും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ DFഉം DU ഉണ്ടല്ലോ. DF എന്ന് പറയുന്നത് ഡിസ്ക് സ്പേസിന്റെ യൂസേജിനെയാണ് നോക്കുന്നത്. ഡിസ്ക് സ്പേസിന്റെ യൂസേജ് അവിടെ FIU ഇത് വന്നെങ്കിലും, പക്ഷെ നമുക്ക് DU എന്ന് പറയുന്നത് ഡയറക്ടറി യൂസേജ് ആണ് വരുന്നത്. ഇനി ടോപ്പും PS-ഉം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഏതൊക്കെ പ്രോസസ്സുകളാണ് റിയൽ ടൈമിൽ റൺ ചെയ്യുന്നത്, അതായത് നമ്മൾ ഈ ഒരു സെഷനിൽ ഏതൊക്കെ റൺ ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ടോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ PS എന്ന് പറയുന്നത് കറന്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്, പ്രസന്റ് മാത്രമല്ല. ടോപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇതിന് മുന്നേ ഇപ്പോ റൺ ചെയ്തിട്ട് നിന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോ സസ്പെൻഡ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും റൺ ചെയ്യാനുള്ളതോ ഒക്കെ ടോപ്പിൽ ആക്ച്വലി വരാനായിട്ട് സാധിക്കും, ഡിസ്പ്ലേ ചെയ്യും. ഇനി എന്ന് പറയുന്നത് അത് അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ആ പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യുന്നു എന്നതാണ് വരുന്നത്. എക്കോ എന്ന് പറയുന്നത് ഇതെല്ലാം എക്കോ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. നമുക്ക് ആ ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ നോർമലി എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അതൊരു ഫയലിൽ പോലും അത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്കോ എന്ന് പറയുന്നത്. ഇനി മാൻ എന്ന് പറയുന്നത് മാൻ ഫോർ മാനുവൽ ഓഫ് ദാറ്റ് കമാൻഡ്. ആ കമാൻഡ് എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പൊ നമ്മൾ LS നമ്മൾ പറഞ്ഞു, LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പൊ ലിസ്റ്റ് ചെയ്യുമ്പോൾ LS-A, അതായത് ഹിഡൻ ഫയൽസ് കൂടി കാണിക്കണം എന്നുള്ളത് നമുക്ക് അതിന്റെ ആ ഒരു മാനുവലിനെ ആക്ച്വലി കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ WC ആക്ച്വലി പഠിച്ചു. WC പഠിച്ചത് വേർഡ് കൗണ്ടിലാണ് പഠിച്ചത്. അപ്പൊ വേർഡ് കൗണ്ടിന്റെ ഇതിന് വേർഡ് കൗണ്ട് -L വന്നു കഴിഞ്ഞാൽ അത് ലൈനിന്റെ ഇതാണ് എന്ന് നമ്മൾ പഠിച്ചു. സോ അങ്ങനെ കുറെ സ്പെസിഫിക് ആയിട്ടുള്ള അത് നമുക്ക് മാൻ ഇതടിക്കുമ്പോഴാണ് മാൻ ഏത് കമാൻഡ് മാൻ LS അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ് LS കമാൻഡിന്റെ മാനുവൽ ആക്ച്വലി അവര് നമുക്ക് കാണിച്ചു തരും. പിന്നെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LS ഇപ്പോ ഹിസ്റ്ററി ഓഫ് LS എന്ന് പറഞ്ഞാൽ ആ ഒരു സെഷനിൽ LS എപ്പോഴൊക്കെ നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഹിസ്റ്ററിയാണ് ആക്ച്വലി വരുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ ഹിസ്റ്ററിയും ആക്ച്വലി നമുക്ക് കിട്ടും ഏതൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് സുഡോ എന്ന് പറയുന്നത് നിങ്ങൾ ആക്ച്വലി വളരെയധികം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരിക്കാം. കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്ന ലിനക്സ് കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സുഡോ യൂസ് ചെയ്തിട്ടുണ്ടാകും. അത് ആക്ച്വലി നമ്മുടെ ഒരു റൺ ഫാക്ടർ, ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന റണ്ണസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്താണല്ലോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ഫയൽ .exe ഫയല് നമ്മൾ റൺ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ സുഡോ എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി നമ്മളുടെ കമാൻഡ് പ്രോംപ്റ്റിൽ അല്ലെങ്കിൽ കമാൻഡിൽ റൺ ചെയ്യുന്നത്. നമ്മുടെ ഡൗൺലോഡ് എക്സിക്യൂട്ടബിൾ ഫയല് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു സൂപ്പർ യൂസർ ആയിട്ടുള്ള ഒരാൾക്ക് അത് പറ്റൂല. നോർമലി ആർക്കും അതങ്ങനെ ചെയ്യാനായിട്ടുള്ള പ്രിവിലേജ് ഉണ്ടാവില്ല. അപ്പൊ ആ സൂപ്പർ യൂസറിന്റെ യൂസർ ID വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് സുഡോ കമാൻഡ് റൺ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ,
സോ നമ്മൾ ആക്ച്വലി നമ്മുടെ സെഷന്റെ ഇത് കഴിയാനായിട്ട് പോയി, തീർന്നിരിക്കുകയാണ്. നമ്മളൊരു 2 hours എടുത്തു. ഇനി ആക്ച്വലി ഒരു 4 questions നമുക്ക് ലാസ്റ്റ് വന്ന PYQസിലെ ക്വസ്റ്റ്യൻ അതൊന്ന് പറയാം. അത് ആക്ച്വലി പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. സോ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസും ആണ് വന്നേക്കുന്നത്. നെയിം ദ ഇലക്ട്രോണിക് കമ്പോണന്റ് യൂസ്ഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ട്രാൻസിസ്റ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു. സോ വാക്വം ട്യൂബ് ഫസ്റ്റ് ജനറേഷൻ ആണ്. ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടും സ്മോൾ സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടും നമുക്ക് ഏതിനാണ് വരുന്നത്? അത് കൂടുതലും നമുക്ക് നമ്മളുടെ തേർഡ് ഇതിലാണ് നമുക്ക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വരുന്നത്. ലാർജ് സ്കെയിൽ ആണെങ്കിൽ സ്മോൾ സ്കെയിലാണ് വരുന്നത്. ഇത് മൈക്രോ പ്രോസസർ വരുന്നത് നമുക്ക് നമ്മുടെ 4th ജനറേഷനിലേക്കാണ് മൈക്രോ പ്രോസസർ വരുന്നത്. ഇനി വിൻഡോസ് OS എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പൊ ഇനി അടുത്ത ഇതിൽ കൂടുതൽ ചോദിക്കുന്നത് ചിലപ്പോൾ സെക്കൻഡ് ജനറേഷനിലാണല്ലോ ട്രാൻസിസ്റ്റർ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി 3rd ജനറേഷനോ 4th ജനറേഷനിലോ ഉള്ള ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. 3rd ജനറേഷൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് IC ചിപ്പ്, അല്ലെങ്കിൽ 4th ജനറേഷൻ എന്ന് പറയുന്നത് മൈക്രോ ചിപ്പ് ഓർ മൈക്രോ പ്രോസസർ. ഇനി വിൻഡോസ് OS എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഡക്റ്റ് ഓഫ് മൈക്രോസോഫ്റ്റ് ആണെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും നമുക്ക് കൊച്ചുകുട്ടിക്ക് എന്ന് വെച്ചാൽ നോർമലി ആർക്കും അറിയാവുന്ന ഒരു ഇതാണ്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡിമാൻഡ് ചെയ്തത്. ഇനി നമ്മളുടെ ഇന്റേണൽ പവർ സപ്ലൈ ഓഫ് CPU ഈസ് റെഫേർഡ് ആസ്. ഇത് ആക്ച്വലി നമുക്ക് ഈ ഒരു സെഷനിൽ വന്നതാണെങ്കിൽ പോലും ഇതിന് സ്പെസിഫിക്കലി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പുതിയ സിലബസിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കറിയാവുന്ന ആളാണെങ്കിൽ ലൈക്ക് ഇന്റേണൽ പവർ സപ്ലൈ ഓഫ് എ CPU എന്ന് പറയുന്നത് SMPS ആണ്. നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ളതാണെങ്കിൽ SMPS എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ് നമ്മൾ CPU-ന് ഇന്റേണൽ പവർ സപ്ലൈ കൊടുക്കുന്ന കാര്യം, നമ്മുടെ UPS-ഓ അല്ലെങ്കിൽ സ്റ്റെബിലൈസറിനേക്കാൾ ഉപരിയായിട്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് VGA കണക്ടർ ഈസ് യൂസ്ഡ് ടു കണക്ട്. പലതരത്തിലുള്ള കണക്ടേഴ്സ് ഉണ്ട്. സോ അതില് VGA കണക്ടർ നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഒരു ലൈക്ക് ഒരു നോർമലി ഒരു ബ്ലൂ ഇതിലാണ് വരുന്നത്. നമ്മൾ മോണിറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 സ്ക്രൂ ആക്ച്വലി 2 സൈഡിലുള്ള കണക്ടർ വരുന്നത്. സോ ആ VGA കണക്ടർ നമ്മൾ യൂസ് ചെയ്തത് മോണിറ്റർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ആക്ച്വലി ഈ ഒരു ഇൻപുട്ട് കമ്പോണൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിച്ചിട്ടില്ല. സോ ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ് ദ സെഷൻ. നെക്സ്റ്റ് ഒരു മൊഡ്യൂളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിൽ വരാം. ഞാൻ ആക്ച്വലി സ്ലൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ആളുകൾ നിങ്ങൾക്ക് അത് നോക്കാം, വായിക്കാം. നിങ്ങളുടെ നോട്ടായിരിക്കണം നിങ്ങളുടെ ബേസ് ആയിട്ട് വെക്കേണ്ടത്. ഇത് നിങ്ങൾക്കൊരു റെഫറൻസ് മെറ്റീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് സ്ലൈഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആക്ച്വലി ഡിസ്കസ് ചെയ്യാം.